Shall we start, ma'am? Yes, sir. Khalil sir, shall we start? Yes, sir. Honorable Chief Guest of the Day, Mr. Khalil Rahman, Samskruti Educational Trust Secretary and Managing Director of Samskruti School, Mr. Pramod Thalapil, and all other eminent personalities who are present here. Good evening to everyone. ദേശീയ വിദ്യാഭ്യാസ നയം അഥവാ NEP 2020 എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസ്കൃതി സ്കൂളിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള വെബിനാറിലാണ് നമ്മളെല്ലാവരും സംബന്ധിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സ്കൂൾ തലത്തിലും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ എക്കോ ഉണ്ടോ മാമിന്റെ സംസാരം? No, sir, I think it's okay. Is it not clear? Audible, sir? Hello? Hello, am I audible, sir? Yes, ma'am, audible. നമുക്കറിയാം, സ്കൂൾ തലത്തിലും അതുപോലെ ഉന്നത വിദ്യാഭ്യാസ തലത്തിലും ഒട്ടേറെ പരിവർത്തനങ്ങൾക്കും പരിഷ്കാരങ്ങൾക്കും ഒക്കെ വഴിയൊരുക്കുന്ന ഒന്നാണ് ഈ NEP 2020. 21ാം നൂറ്റാണ്ടിലെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി ഓരോ കുട്ടിയെയും മാറ്റിയെടുക്കാൻ ലക്ഷ്യമിടുന്ന ഒന്നാണിത്. അതുപോലെ തന്നെ കുട്ടിയിലെ അതുല്യമായ കഴിവുകൾ പുറത്തെടുക്കാൻ ലക്ഷ്യമിടുന്ന ഒന്നാണ് ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. അതോടൊപ്പം തന്നെ സ്കൂൾ, കോളേജ് മുതലായ വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രവും അതുപോലെ തന്നെ ബഹുമുഖവും വൈവിധ്യപൂർണവുമായ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിക്കുന്ന അല്ലെങ്കിൽ ലക്ഷ്യമിടുന്ന ഒരു പോളിസിയാണ് ഇത്. മാറ്റമിടാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിലൂടെയൊക്കെ ഇന്ത്യയെ വിജ്ഞാന രംഗത്ത് ഊർജ്ജസ്വലമായ ഇന്ത്യയിലൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പുതിയ എഡ്യൂക്കേഷൻ പോളിസിയാണിത്. ഇതിന്റെ പ്രധാന ഭാഗങ്ങൾ ഓരോന്നായിട്ട് ഈ വെബിനാറിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. തുടർച്ചയായിട്ടുള്ള 4 സെഷൻ ശനിയാഴ്ചകളിലൂടെ ഇതേ സമയം 4 സെഷനിലൂടെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഇനിയുള്ള 3 ശനിയാഴ്ചകളിലും ഇതേ സമയം ഈ വെബിനാർ സംഘടിപ്പിക്കുന്നതാണ്. ഇനി നമുക്കിത് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാ സെഷനിലും എല്ലാവരും പങ്കെടുക്കണമെന്ന് ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്യാനായി നമ്മോടൊപ്പം എഡ്യൂമോൾഡേഴ്സ് CEO ആൻഡ് എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റുമായ മിസ്റ്റർ ഖലീൽ റഹ്മാൻ സാർ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം ഉപരിപഠന മാർഗ നിർദ്ദേശക രംഗത്ത് ഒരുപാട് പരിചയ സമ്പത്തുള്ള ഒരു വിശിഷ്ട വ്യക്തിത്വമാണ്. ഈ അടുത്തിടെ അദ്ദേഹത്തിന്റെ വെബ്സൈറ്റും ബ്ലോഗും ഒക്കെ പുറത്തിറക്കുകയുണ്ടായി. ശ്രീ ഖലീൽ റഹ്മാൻ സാറിനെ ഈ വെബിനാറിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം നമുക്കായി അവതരിപ്പിക്കാനായിട്ട് നമ്മോടൊപ്പം ഉള്ളത് പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകനും അതുപോലെ ചിന്തകനുമായ ശ്രീ പ്രമോദ് തലാപ്പിൽ സാറാണ്. അദ്ദേഹം സംസ്കൃതി ട്രസ്റ്റിന്റെ സെക്രട്ടറിയും അതുപോലെ സംസ്കൃതി സ്കൂളിന്റെ മാനേജിംഗ് ഡയറക്ടറുമാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ വർഷത്തെ പ്രവർത്തന പരിചയം അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ SCERT ബുക്കുകൾ പ്രിപ്പയർ ചെയ്യുന്ന റിസോഴ്സ് പേഴ്സണായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായിട്ടുണ്ട്. ശാസ്ത്ര സാമൂഹിക രംഗത്തുള്ള അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള അറിവ് സംസ്കൃതിക്കും അതുപോലെ സമൂഹത്തിനും
ഒരുപോലെ ഉപകാരപ്രദമാകും എന്നുള്ള വസ്തുത നമുക്ക് ഏവർക്കും സന്തോഷവും ആത്മവിശ്വാസവും തരുന്ന ഒന്നാണ്. ശ്രീ പ്രമോദ് സാറിനെ ഈ വെബിനാറിലേക്ക് വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു വെബിനാർ വിജയകരമാക്കുന്നത് ഇതിൽ പങ്കെടുക്കുന്ന ഓരോ പാർട്ടിസിപ്പന്റുമാണ്. നമ്മോടൊപ്പം ചേർന്നിരിക്കുന്ന ഈ സെമിനാറിൽ പങ്കെടുക്കാനായി നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ള ഓരോ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും പ്രത്യേകം ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനും നമ്മോട് സംസാരിക്കാനുമായിട്ട് ശ്രീ ഖലീൽ റഹ്മാൻ സാറിനെ ക്ഷണിക്കുന്നു. സർ പ്ലീസ്. വളരെയധികം നന്ദി ജാൻസിമാൻ. Am I audible? Yes, sir. Okay. ഓരോ വീടും ഓരോ വിദ്യാലയമാണ്, മാതാപിതാക്കൾ അധ്യാപകരും. ഈ വലിയ ഒരു ചിന്ത ചെറിയ വാക്കുകളിലൂടെ ആരാണ് പങ്കുവച്ചത് എന്നുള്ളത് നമുക്ക് നന്നായി അറിയാം. എൻ്റെ മുന്നിലിരിക്കുന്ന സ്നേഹനിധികളായ രക്ഷിതാക്കളെ, വിദ്യാഭ്യാസ പ്രവർത്തകരെ, അധ്യാപകരെ, വിദ്യാർത്ഥിനികളെ, എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാവുന്നതുപോലെ ഇന്ന് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി, ദേശീയ വിദ്യാഭ്യാസ നയം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിട്ട് മാസങ്ങളായി എന്നറിയാം. അത് ഏതാനും മാസങ്ങൾക്കകം ഇംപ്ലിമെന്റേഷൻ നടത്തുവാൻ പോവുകയുമാണ്. അതുമായി ബന്ധപ്പെട്ട് സംസ്കൃതി സ്കൂൾ നടത്തുന്ന അതിവിപുലമായ 4 ദിവസങ്ങളിലായി നടക്കുന്ന വെബിനാറിന്റെ ആദ്യത്തെ സെഷനിലാണ് നാം ഉള്ളത്. എന്തുകൊണ്ടാണ് രക്ഷിതാക്കളെയും അധ്യാപകരെയും മറ്റുള്ള പൊതുസമൂഹത്തിലുള്ളവരെയൊക്കെ വിളിച്ചിരുത്തി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ 4 ദിവസമൊക്കെ നീണ്ടു നിന്ന വെബിനാറിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരിക്കും. അതിന് ഞാൻ ചെറിയ ഒരു കഥയിലൂടെ തുടങ്ങാം. പണ്ടൊരു സ്ഥലത്ത് ജെയിംസ് എന്ന് പറയുന്ന ഒരു വൃദ്ധനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും അവരുടെ വസതിയിലായിരുന്നു താമസം. ഒരു ദിവസം അദ്ദേഹത്തിന്റെ മകൻ ജോലി ചെയ്യുന്ന സിറ്റിയിലേക്ക് കാണാൻ വേണ്ടി അദ്ദേഹം പോവുകയാണ്. അദ്ദേഹം മുൻപ് ജെയിംസിന്റെ മകൻ താമസിച്ചിരുന്ന സ്ഥലത്ത് പോയി വാതിലിൽ മുട്ടിയപ്പോൾ മറ്റൊരു വ്യക്തിയാണ് വാതിൽ തുറന്നത്. എന്നിട്ട് പറഞ്ഞു, ജെയിംസ് ഇവിടെ ഇല്ല, അദ്ദേഹം ഇപ്പോൾ മറ്റൊരു സ്ഥലത്താണ് താമസം. എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചപ്പോൾ ആ വ്യക്തിക്ക് അറിയുമായിരുന്നില്ല. അങ്ങനെ ആ പടുവൃദ്ധനായ ജെയിംസ് തൊട്ട അയൽവാസികളോട് ചോദിച്ചു, എവിടെയാണ് ഇപ്പോൾ എൻ്റെ മകൻ താമസിക്കുന്നത്? അയൽവാസികൾ അദ്ദേഹത്തിന്റെ ഓഫീസ് അഡ്രസ്സ് നൽകുകയാണ്. അങ്ങനെ വളരെ വിഷമത്തോടെ വിഷണ്ണനായി തന്റെ മകനെ അന്വേഷിച്ച് അദ്ദേഹം ആ ഓഫീസ് ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഓഫീസിലെത്തി റിസപ്ഷനിസ്റ്റിനോട് എൻ്റെ മകനെ കാണണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ റിസപ്ഷനിസ്റ്റ് ഫോൺ എടുത്ത് ജെയിംസിന്റെ മകന് വിളിക്കുകയാണ്. അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി, മകൻ വളരെ സന്തോഷത്തോടുകൂടി, അച്ഛനാണ് എന്നെ കാണാൻ വന്നിരിക്കുന്നത്, വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ എൻ്റെ ഓഫീസിലേക്ക് ആനയിക്കാൻ പറയുകയാണ്. അങ്ങനെ അച്ഛൻ മകൻ ആ കൂടിക്കാഴ്ച വളരെ വികാര നിർഭരമായ ഒരു അവസ്ഥയിലേക്ക് കടക്കുകയാണ്. രണ്ടുപേരുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊഴിയുന്നുണ്ടായിരുന്നു. കുറെ നാളുകൾക്ക് ശേഷമാണ് അവരങ്ങനെ ഒരു സമാഗമം ഉണ്ടാകുന്നത്. സംസാരത്തിന് ശേഷം അച്ഛൻ മകനോട് പറയുകയാണ്, മോനെ, അമ്മ നിന്നെ കാണണമെന്ന് കുറെ ദിവസമായി പറയുന്നു. അത് പറഞ്ഞ ഉടനെ അച്ഛനോട് മകൻ പറയുകയാണ്, അച്ഛാ, എനിക്കിവിടെ കുറെ അധികം ജോലി തിരക്കുകളുണ്ട്, കുറെ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. അങ്ങോട്ട് നോക്കൂ, എൻ്റെ ടേബിളിലേക്ക് നോക്കൂ, ആ ഫയലുകളെല്ലാം കുറഞ്ഞ ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കാനുള്ളതാണ്. ഞാൻ ഒഴിവ് പോലെ വന്നിട്ട് അമ്മയെയും നിങ്ങളെയും കാണാം, ഞാൻ കുറച്ച് ദിവസം അവിടെ തങ്ങുകയും ചെയ്യാം എന്ന് സമാശ്വസിപ്പിച്ചുകൊണ്ട് അച്ഛനെ മകൻ യാത്രയാക്കുകയാണ്. വീണ്ടും വളരെ വിഷമത്തോടു കൂടി അച്ഛൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. വീട്ടിലേക്ക് തിരിച്ചു വന്ന് തന്റെ ഭാര്യയോട് കാര്യങ്ങളെല്ലാം പറയുന്നു. അവർ ഉള്ള സമാധാനത്തോടു കൂടി അവൻ വരും എന്നുള്ള
ആകാംക്ഷയോടുകൂടി പ്രതീക്ഷയോടുകൂടി അങ്ങനെ ഇരിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ മകൻ ഒരു ലീവ് എടുത്ത് അച്ഛനെ കാണാൻ വേണ്ടി തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തിയപ്പോൾ അവിടെ വേറെ ചിലരാണ് താമസിക്കുന്നത് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കുകയാണ് ജെയിംസിന്റെ മകൻ. കാര്യം അന്വേഷിച്ചപ്പോൾ അവർ ഇപ്പോൾ ഇവിടെയല്ല താമസം, ദൂരെ ഒരു സ്ഥലത്താണ് താമസം എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. മകൻ അച്ഛനെ തിരക്കി അമ്മയെ തിരക്കി അങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. നടന്ന് തന്റെ അയൽവാസികൾ പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ഏകദേശം ശ്മശാന ഭൂമി പോലെ സമാനമായ ഒരു സ്ഥലത്താണ് എത്തിപ്പെട്ടത്. അങ്ങനെ എവിടെയാണ് എന്നുള്ളത് അന്വേഷിച്ചു നോക്കുമ്പോൾ ദൂരെ നിന്ന് ഒരാൾ കൈവീശി കാണിക്കുന്നു. ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ മകന് മനസ്സിലായി അത് എന്റെ അച്ഛൻ ജെയിംസ് ആണ് എന്നുള്ളത്. ഓടിച്ചെന്ന് ഹഗ് ചെയ്യുകയാണ്, കെട്ടിപ്പുണരുകയാണ്. അവൻ ചോദിക്കുകയാണ്, എന്താണ് അച്ഛ ഇവിടെ, എന്താണ് നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ, എന്തു പറ്റി നിങ്ങൾക്ക്? അതുവരെ മകന്റെ മുൻപിൽ അവതരിപ്പിക്കാത്ത വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ആ സമയത്ത് അച്ഛൻ മകനോട് പറയുകയാണ്. മോനെ, നിനക്കറിയുമോ, നിന്നെ പഠിപ്പിച്ച് വലുതാക്കുവാൻ വേണ്ടി, നിന്നെ പഠിപ്പിച്ച് ഈ നിലയിലെത്തിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരു വിദ്യാഭ്യാസ ലോൺ എടുത്തിരുന്നു. ആ വിദ്യാഭ്യാസ ലോൺ നമുക്കറിയാം, നിനക്കറിയാവുന്നത് പോലെ നമ്മുടെ കൃഷി വളരെ പരിതാപകരമായിരുന്നുവല്ലോ. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി തിരിച്ചടക്കാൻ സാധിച്ചില്ല. നമ്മുടെ വീടും സ്ഥലവും ജപ്തി ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത്. ഇത് കേട്ട മകൻ ആകെ വികാരാധിക്യത്താൽ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അച്ഛ, ഞാൻ അച്ഛന്റെ മകനല്ലേ, അച്ഛന് എന്നോട് പറയാമായിരുന്നില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം? എന്തുകൊണ്ടാണ് അച്ഛ ഇങ്ങനെ ഒരു ലോൺ എടുത്ത കാര്യവും ആ ലോണ് തിരിച്ചടക്കാൻ പറ്റാത്ത കാര്യവും എന്നോട് എന്തുകൊണ്ടാണ് പറയാതിരുന്നത്? അച്ഛൻ പറയുകയാണ്, മോന്റെ പഠനത്തിൽ നീ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് വെച്ചിട്ടാണ്, നിന്നെ കൂടുതൽ ടെൻഷൻ അടിപ്പിക്കണ്ട എന്ന് വെച്ചിട്ടാണ് നീ നിന്റെ ലക്ഷ്യത്തിലേക്ക്, നീ നിന്റെ സ്വപ്നത്തിലേക്ക് അങ്ങ് കുതിച്ചു പായട്ടെ, അതിൽ വേറെ ഒരു തടസ്സങ്ങളും വേറെ ഒരു നെഗറ്റീവ് ചിന്തകളും വേണ്ട എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തത് കൊണ്ട് എന്തുണ്ടായി? കിടപ്പാടം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ട് ശ്മശാന ഭൂമി പോലെയുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഒന്ന് താമസിക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇത് ഞാൻ പറയാൻ കാരണം, നമ്മുടെ ജീവിതത്തിൽ എൻ്റെ മുന്നിലിരിക്കുന്ന രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും, അത് ഫിനാൻഷ്യൽ ആവട്ടെ, ഫാമിലിയുമായി ബന്ധപ്പെട്ടതാവട്ടെ, സാമൂഹികപരമാവട്ടെ, അസുഖങ്ങളാവട്ടെ, നമ്മുടെ കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിയോട് ധരിപ്പിക്കാവുന്ന രീതിയിൽ അവനെ ധരിപ്പിക്കണം എന്നുള്ളതാണ്. അത് കൊച്ചുകുട്ടിയാണെങ്കിൽ ആ കൊച്ചുകുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ പറഞ്ഞ ഘടകങ്ങളിൽ ഏതിലാണോ നമുക്ക് പ്രയാസമുള്ളത് അത് ആ കുട്ടിയെ ധരിപ്പിക്കണം എന്നുള്ളതാണ്. കുട്ടി വലുതാവുന്നതിനനുസരിച്ച് അവന്റെ മനസ്സിന് അല്ലെങ്കിൽ അവന്റെ ബുദ്ധിക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവനോട് ധരിപ്പിക്കണം എന്നുള്ളതാണ്. ഇവിടെയാണ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയെ കുറിച്ച് നമുക്ക് ആലോചിക്കുന്നത്. വ്യക്തവും കൃത്യവുമായിട്ടുള്ള ആശയവിനിമയത്തിലൂടെ നമ്മളെ കുടുംബത്തിലാവട്ടെ, സ്ഥാപനങ്ങളിലാവട്ടെ, സമൂഹത്തിലാവട്ടെ, മറ്റെവിടെയുമാകട്ടെ, നമ്മളത് പറഞ്ഞിരിക്കണം. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറയേണ്ടവരോട് പറയണം എന്നുള്ള ഒരു അടിസ്ഥാന തത്വശാസ്ത്രത്തിൽ നിന്നുകൊണ്ടാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്ന നടപ്പിലാക്കാൻ പോകുന്ന ഈ വിദ്യാഭ്യാസ നയം നമ്മൾ വിദ്യാഭ്യാസ പ്രവർത്തകർക്ക് മുന്നിലെന്നല്ല, അധ്യാപകർക്ക് മുന്നിലെന്നല്ല, മാനേജ്മെന്റ് മുന്നിലെന്നല്ല, വിദ്യാർത്ഥിനികളുടെ മുന്നിലും രക്ഷിതാക്കളുടെ മുന്നിലും അവതരിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് ഈ 4 ദിവസം നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്തുകൊണ്ട് എന്താണ് വിദ്യാഭ്യാസ നയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും നമ്മുടെ വിദ്യാർത്ഥികളെ എന്നുദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികളെ മാത്രമല്ല, വരാൻ പോകുന്ന ഈ ലോകത്തെ നയിക്കാൻ പോകുന്ന കുട്ടികളെ ഏത് രീതിയിൽ അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ബാധിക്കും എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ വിദ്യാർത്ഥികളോട് പറയാറുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് അത് പറഞ്ഞത്, സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുക,
ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സഫലമാക്കുക. ആരാണിത് പറഞ്ഞത്? ആരാണിത് പറഞ്ഞത്? നമുക്കറിയാം, ഈ സൂം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് ഇവിടെ ചാറ്റ് ബോക്സ് ഉപയോഗിക്കാം, മൈക്ക് ഓൺ ചെയ്തിട്ട് പറയുകയൊക്കെ ചെയ്യാം. പക്ഷെ നമുക്ക് സമയം കുറവാണ്. അതുകൊണ്ട് APJ സാറിന്റെ പ്രശസ്തമായ ഒരു വരിയാണ്, നമ്മൾ നമ്മുടെ കുട്ടികളോട് സ്വപ്നം കാണാൻ പറയുക, ആ സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പറയുക. ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഈച്ച് ആൻഡ് എവരി വൺ, അന്നിടുന്ന ഷർട്ട്, അന്ന് പോകുന്ന കാറ്, ഏത് കമ്പനി, ഏത് മോഡൽ, ഇങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഏത് സ്വപ്നമാണോ, ഏത് ജോലിയാണോ അവൻ ഭാവിയിൽ ചെയ്യേണ്ടത്, ഏത് സ്ഥലത്ത്, ഏത് കമ്പനി, ഏത് പൊസിഷൻ, എത്ര സാലറി, എവിടെ താമസിക്കുന്നു എന്നുള്ള രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്വപ്നങ്ങൾ കാണാൻ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുക. ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ചിന്തിച്ചു കൊണ്ടേയിരിക്കുക. ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സഫലമാക്കാൻ ശ്രമിക്കുക. അങ്ങനെ സഫലമാകുമ്പോഴാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ദ ലേണിംഗ് ഓഫ് ഫാക്ട്സ് ബട്ട് ദ ട്രെയിനിങ് ഓഫ് ദി മൈൻഡ് ടു തിങ്ക് എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതിലേക്ക് നമ്മൾ എത്തുക. അതുകൊണ്ട് എന്റെ മുന്നിലിരിക്കുന്ന രക്ഷിതാക്കളോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ മുന്നിലുള്ള കുട്ടികൾ എന്ന് പറയുന്നത് ദൈവം തന്നിരിക്കുന്ന ഒരു വരദാനമാണ്. ഞങ്ങളുടെ കമ്പനിയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ആ വിദ്യാർത്ഥിനികളെ, അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്, നമ്മുടെ മക്കളെ നമ്മൾ മൗൾഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അവർക്ക് പല രീതിയിലുള്ള കഴിവുകളുണ്ട്. അവർക്ക് അക്കാഡമിക് തലത്തിൽ പല രീതിയിലുള്ള കഴിവുകളുണ്ട്. അവർക്ക് കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പലതരത്തിലുള്ള കഴിവുകളുണ്ട്. അവർക്ക് സോഫ്റ്റ് സ്കില്ലും ഹാർഡ് സ്കില്ലുകളും ഉണ്ട്. ഈ സ്കില്ലുകളെല്ലാം മനസ്സിലാക്കി അതിനെ മൗൾഡ് ചെയ്ത് അതിനെ നല്ല രീതിയിൽ പരിപോഷിപ്പിച്ചെടുത്ത് കടഞ്ഞെടുത്ത്, അതാണ് അതിന്റെ പച്ച മലയാളം, കടഞ്ഞെടുത്ത് ഭാവിയിലേക്ക് വരദാനമാകുന്ന യുവത്വത്തിന്റെ ത്രസിപ്പിക്കുന്ന ചോരത്തിളപ്പുള്ള യുവാക്കളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് ഈ സായം സന്ധ്യ നമുക്ക് ഗുണകരമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സംസ്കൃതിസ് എന്ന സ്ഥാപനം നടത്തുന്ന ഈ നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി എന്ന വിദ്യാഭ്യാസ വെബിനാറിന്റെ തുടക്കം എന്നുള്ള നിലയ്ക്ക് ദൈവത്തിന്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. വെൽക്കം. പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്ത എൻ്റെ പ്രിയ സുഹൃത്തും എഡ്യൂമോൾഡേഴ്സിന്റെ CEO ആയിട്ടുള്ള പ്രിയപ്പെട്ട ഖലീൽ റഹ്മാൻ, ഈ പരിപാടി സ്വാഗതം പറഞ്ഞ സംസ്കൃതിയുടെ പ്രിയപ്പെട്ട നാൻസി മാം. Am I audible, ma'am? Yes, sir. Audible. അതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന സംസ്കൃതിയുടെ മുൻ പ്രിൻസിപ്പൽ സ്മിത മാം അവരിവിടെ ഉണ്ട്. അതുകൊണ്ട് ഐ ജസ്റ്റ് റിക്വസ്റ്റ് സ്മിത മാം ടു ഹാവ് ഫ്യൂ വേർഡ്സ്. സ്മിത മാം. Yeah, good evening, sir. Good evening, ma'am. Am I audible, sir? Yeah, you are audible, very much audible. But your video is off. Sir, video, like I'm at home. Okay, maybe. I just wanted to hear from you. That's why I was not prepared to switch on the video. I just wanted to listen to you. That's why. Okay. Good evening to all. Good evening, Khalil sir. Good evening, Jansi ma'am. Parents, good evening to all. And in fact, my teachers are also there in the webinar, sir. Few of them have joined. So actually we are here to listen you out. അപ്പോൾ ഈ ഒരു വെബിനാർ എന്ന് പറയുന്നത് ഇപ്പൊ NEP എന്ന് പറയുന്ന ഒരു പോളിസീനെ കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പം ഇത് എത്ര ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അങ്ങനത്തെ ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് നമ്മളുടെ എല്ലാ സ്കൂളുകളിലും അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ എല്ലാവരും സ്കൂളിന്റെ ഭാഗത്തുനിന്നും ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നും പാരന്റ്സിന്റെ ഭാഗത്തുനിന്നും
നമ്മളത് ഒരുപാട് ശ്രമങ്ങൾ നടത്താനുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഉള്ള ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് ഇറ്റ്സ് എ 34-year-old പോളിസി. അതിലാണ് ഇപ്പൊ ഒരു മാറ്റം വരുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു അണ്ടർസ്റ്റാൻഡിങ് പ്ലസ് മെമ്മറൈസേഷൻ എന്നുള്ള ഒരു ടെക്നിക്കിലൂടെയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചേഴ്സ് പറയുന്നത് ഡു യു അണ്ടർസ്റ്റാൻഡ് ആ ഒരു പോളിസിയിലാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. കുട്ടികളെ മനസ്സിലാക്കിപ്പിക്കുക, അത് മെമ്മറൈസ് ചെയ്യുക, എക്സാം എടുക്കുക എന്നുള്ള ആ ഒരു ഇതിന്ന് നമ്മളൊന്ന് മാറി ചിന്തിച്ച് കുട്ടികളെ കൊണ്ട് പ്രൈം മിനിസ്റ്ററിന്റെ സ്പീച്ചിൽ ഉണ്ടായിരുന്നു ഒരു 5 E's, വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു 5 E's ഉണ്ടായിരുന്നു. കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിച്ച് എക്സ്പ്ലോർ ദെൻ എക്സ്പ്രസ് ആൻഡ് എക്സൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് മാറ്റുക കുട്ടികളെ. പിന്നെ അതുപോലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന ഒരു കാര്യമായിരുന്നു സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ. അതിനെക്കുറിച്ച് ഒരുപാട് കാലമായിട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും നമ്മളൊരു മാറ്റം വന്ന് ജസ്റ്റ് സ്കില്ല് മാത്രമല്ല, ഒരു കുട്ടി ഇപ്പൊ ജോലി ഇപ്പൊ ഖലീൽ റഹ്മാൻ സാർ പറഞ്ഞു, നമ്മള് ഓരോ കുട്ടിയും ചിന്തിക്കണം എവിടെയാണ് എത്തേണ്ടത്, ഏത് ജോലിയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇനി അങ്ങോട്ടുള്ള കാലം ഒരു പ്രൊഫഷനിൽ നിൽക്കാൻ ഒരു കുട്ടിക്ക് പറ്റില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോൾ എവ്രി ചൈൽഡ് ഷുഡ് ബി ഏബിൾ ടു അപ്സ്കിൽ, റീസ്കിൽ. ഇതെല്ലാം ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ പോളിസി പോകുന്നത്. അതെല്ലാം നമുക്ക് പാരന്റ്സിനും ടീച്ചേഴ്സിനും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തരാൻ പറ്റിയ ഒരാളാണ് പ്രമോദ് സർ. സോ ഐ എം ഓൾസോ വെരി ഈഗർ ടു ജോയിൻ ദ ക്ലാസ് ആൻഡ് ടു ലിസൺ ടു ഹിം. അപ്പൊ ഈ ഒരു സെഷൻ നമുക്ക് എല്ലാവർക്കും വളരെയധികം ഫ്രൂട്ട്ഫുൾ ആയിരിക്കും. Thank you, sir. Thank you for sending me the invite, and I'll be listening to you. Thank you, sir. താങ്ക് യു വനന്ദ. താങ്ക് യു സ്മിത. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ വെബിനാർ എന്ന് പറയുന്നത് ഒരു 4 സെഷനായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രോസസ്സാണ്. എക്സ്ക്യൂസ് മീ സാർ. യെസ്, ഞാൻ ഒന്ന് ലീവ് ചെയ്യേ. ഓഫീസിലാണ്. താങ്ക് യു. വെൽക്കം സർ. സോ ഇപ്പൊ നമുക്ക് ലൈവായിട്ട് ഏകദേശം 52 പേരും നമ്മുടെ 51 പേരുണ്ട്. അതിന് പുറമെ നമുക്ക് യൂട്യൂബ് ചാനൽ, സംസ്കൃത സ്കൂളിന്റെ യൂട്യൂബ് ചാനലിൽ 50 പേരോളം ആളുകൾ അതിലും പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ വെബിനാർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും സംശയങ്ങൾ ഉണ്ടാകണം. എല്ലാ രക്ഷകർത്താർക്കും സംശയം ഉണ്ടാവും, അധ്യാപകർക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ സംശയങ്ങൾ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉള്ള എനിക്കറിയുന്ന, എൻ്റെ കഴിവിൻ്റെ പരമാവധി അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ ക്ലാസ് ശേഷം, വെബിനാറിന് ശേഷം പറഞ്ഞിരുന്നതാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഞാനൊരു സ്ലൈഡ് ഷെയർ ചെയ്യാം. So this is the National Education Policy. ഇതിന്റെ ഫ്രണ്ട് പേജാണ് മുഖചിത്രം. 2020 മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ്, മനുഷ്യ വിഭവശേഷി വകുപ്പ്, ഇന്ത്യ ഭാരത സർക്കാരിന്റെ മനുഷ്യ വിഭവശേഷി വകുപ്പ് ഇറക്കിയിട്ടുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷന്റെ 66 പേജുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷന്റെ 1-ാം പേജാണ്, പുറം ചട്ടയാണ്. ഇതെങ്ങനെയാണ് സംസ്കൃതിയെ ബാധിക്കാൻ പോകുന്നത്? ഇന്ത്യയിലെ എല്ലാ വിദ്യാലയങ്ങളെയും ബാധിക്കുന്ന ഈ ഒരു പോളിസി തീർച്ചയായും സംസ്കൃതിയും ബാധിക്കും. സംസ്കൃതിയെ ബാധിക്കാന്ന് വെച്ച അർത്ഥം സംസ്കൃതിയിലെ രക്ഷകർത്താക്കളെയും ബാധിക്കും തീർച്ചയായും. അതുകൊണ്ട് തന്നെ ഈ പോളിസി എന്തെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പോളിസി പറയുന്നതിന് മുൻപ്
രണ്ട് പ്രധാനപ്പെട്ട കോട്ടുകൾ, 3 പ്രധാനപ്പെട്ട കോട്ടുകൾ. രണ്ടുപേരും അറിയുന്നവരാണ്, ഒരാൾ അറിയാത്തവരാണ്. 2 കോട്ടുകൾ നിങ്ങൾ കേൾപ്പിക്കാൻ തരാം. 2 പഴമൊഴികൾ എന്ന് വേണമെങ്കിൽ പറയാം, പഴയ ആളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ. മഹാത്മാഗാന്ധി പറഞ്ഞതാണ് ഈ കാണുന്നത്. നോ സ്കൂൾ ഈസ് ഗ്രേറ്റർ ദാൻ എ ഡീസന്റ് ഹോം. ഒരു നല്ല വീടിനേക്കാൾ ഒട്ടും മേന്മയുള്ളതല്ല ഒരു സ്കൂൾ. ഒരു നല്ല വീട്, നല്ല സൗകര്യമുള്ള വീട്, വലിയ വീടൊന്നും ആവണമെന്നില്ല, വൃത്തിയുള്ള വെടിപ്പുള്ള നല്ലൊരു വീട്, അതിനേക്കാൾ വലുതല്ല ഒരു സ്കൂളും, എത്ര വലിയ കെട്ടിടങ്ങളായാലും എന്തായാലും. ആൻഡ് നോ ടീച്ചർ ഈസ് ഗ്രേറ്റർ ദാൻ എ ഹോണസ്റ്റ് ആൻഡ് വെർച്വസ് പാരന്റ്. സത്യസന്ധനായ മൂല്യബോധമുള്ള ഒരു രക്ഷകർത്താവിനേക്കാൾ ഒരിക്കലും വലുതല്ല എത്ര വലിയ ഗുരുനാഥനും. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, നമുക്കറിയാം മഹാത്മാഗാന്ധിയെ. ഈ ഒരു കോട്ടിനെ, ഈ ഒരു സെന്റൻസിനെ നാം ശരിക്കും ഹൃദിസ്ഥമാക്കണം. ഒരു രക്ഷകർത്താവ് നിലയ്ക്ക് നമ്മൾ ഓരോരുത്തരും, അധ്യാപന നിലയ്ക്ക് നമ്മൾ ഓരോരുത്തരും, സ്കൂൾ നിലയ്ക്ക് നമ്മളെല്ലാവരും ഈ ഒരു മഹാത്മാവിന്റെ ഈ ഒരു വാക്യത്തെ നാം ഓർക്കണം. രണ്ടാമത്തെ കോട്ട് കൺഫ്യൂഷ്യസിന്റെ ആണ്. കൺഫ്യൂഷ്യസ് പറയണ്ടായി, ഇഫ് യു തിങ്ക് ഇൻ ടേംസ് ഓഫ് എ ഇയർ, പ്ലാന്റ് സീഡ്. നിങ്ങൾക്ക് ഒരു വർഷത്തേക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ധാന്യങ്ങൾ വിതറും, ഗോതമ്പ് മണികളോ അല്ലെങ്കിൽ നെല്ലോ വിതറിക്കോ, നിങ്ങൾക്ക് ധാന്യം ലഭിക്കും. ഇഫ് യു പ്ലാനിങ് ഇൻ ടേംസ് ഓഫ് 10 years, ഇയേഴ്സിനാണ്, 10 വർഷം 15 വർഷം 20 വർഷമാണ് ആഗ്രഹിക്കുന്നെങ്കിൽ പ്ലാന്റ് ട്രീസ്, ചെടികൾ വെച്ചോളൂ. ഇഫ് ഇൻ ടേംസ് ഓഫ് 100 years, നൂറ്റാണ്ടുകളോളം നിലനിൽക്കണം എൻ്റെ മകൻ 100 വയസ്സ് വരെ ജീവിക്കണം, അവൻ എത്തിപ്പെടണം, അവൾ എത്തിപ്പെടണം, ഉയരങ്ങളിൽ എത്തിപ്പെടണം, എൻ്റെ തലമുറ ഉയരണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ടീച്ച് പീപ്പിൾ. കുട്ടികളെ പഠിപ്പിക്കും, ജനങ്ങളെ പഠിപ്പിക്കും. കൺഫ്യൂഷ്യസിന്റെ ഒരു പ്രസിദ്ധമായ വരിയാണ് രണ്ടാമത്തെ കോട്ട്. മൂന്നാമത്തേത് ഇതൊരു അൺനോൺ കോട്ടാണ് കേട്ടോ, എനിക്കറിയുന്നതല്ല, ഒരു അൺനോൺ കോട്ടാണ്. ഞാനൊരു പ്രഭാഷണത്തിനിടയിൽ ഒരുപാട് വെബിനാറുകൾ ഇപ്പോൾ ഈ ഓൺലൈൻ കാലഘട്ടമായതുകൊണ്ട് നമ്മൾ പലപ്പോഴും നമുക്ക് ഇവിടെ അറിവില്ലായ്മ പരിഹരിക്കാൻ എളുപ്പമുള്ള വഴി കമ്പ്യൂട്ടർ മുന്നിൽ നിന്ന് വെബിനാറുകൾ കാണാനുള്ളതാണ്. നിരവധി പ്രഗത്ഭരായ വ്യക്തികൾ സൗജന്യമായി പഠിപ്പിക്കുന്നുണ്ട്, പൈസ ഒന്നും മേടിക്കാതെ. അപ്പോ അങ്ങനെ ഒരു അമേരിക്കൻ ടോക്കിൽ ഇരുന്നപ്പോൾ ഞാൻ കേട്ടൊരു ടോക്കാണ്. നോളജ് ആൻഡ് സ്കിൽസ് only have 15% impact on sales performance. ഇപ്പോൾ എല്ലാവരും സെയിൽസ് ആണല്ലോ. ഏത് കമ്പനിയിൽ പോയാലും നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയാലും ഹാർഡ്വെയർ എഞ്ചിനീയർ ആയാലും ബാങ്കിലായാലും നമ്മൾ എന്തായാലും ഏത് പ്രൊഫഷനിൽ കയറിയാലും ഇപ്പോൾ സെയിൽസ് ആണ്. എല്ലാം നമ്മൾ വിൽപ്പനയാണ്. ഏത് മേഖലയിലായാലും വിൽപ്പന ആണ് ഉദ്ദേശം. അവിടെ 15% സ്കില്ലുകൾക്ക് പ്രാധാന്യം. While attitudes accounts for 85% of success. എന്നാൽ ഈ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡിനാണ് 85% സക്സസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. സ്കില്ലാണ് ഒരു പുതിയ കാഴ്ചപ്പാട്. ഈ 3 കോട്ടുകളെയും മനസ്സിൽ വെച്ചുകൊണ്ട് ആദ്യം പറഞ്ഞത് മഹാത്മാഗാന്ധിയുടെ ഒരു വീടാണ് വിദ്യാലയം, വീടിനേക്കാൾ വലിയ വിദ്യാലയമില്ല, രക്ഷകർത്താവിനേക്കാൾ വലിയ അധ്യാപകനില്ല എന്ന് മഹാത്മാഗാന്ധിയുടെ വാക്ക്. 2, വിദ്യാഭ്യാസമാണ് ലക്ഷ്യമാക്കുന്നെങ്കിൽ, നമ്മൾ 100 കൊല്ലത്തേക്ക് ലക്ഷ്യമാക്കുന്നെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസം നൽകുക. 100 വർഷമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ വിദ്യാഭ്യാസം നൽകുക. രണ്ടാമത്തെ വാക്യം. മൂന്നാമത്തെ വാക്യം, ആറ്റിറ്റ്യൂഡിനും ആണ് 85% സക്സസ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. മനോഭാവം, മനസ്സിന്റെ ഭാവം. ഒരു വ്യക്തിയുടെ മനോഭാവത്തിനാണ് ജീവിതത്തില് 85% സക്സസ് കൊടുക്കാൻ കഴിയുക. നിപുണതകൾക്ക് 15% കഴിയും. ഈ 3 കോട്ടുകളെ രക്ഷകർത്താക്കളും അധ്യാപകരും മറ്റ് അനുബന്ധ സുഹൃത്തുക്കളും മനസ്സിലാക്കണം ആഗ്രഹിക്കുന്നു. ഇനി നമുക്ക് ഈ വെബിനാറിന്റെ അടുത്ത പേജിലേക്ക് പോകാം. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എവിടെ പറയുമ്പോഴും ഒരു ഡിസ്പ്യൂട്ട് സംഭവമാണ്. നിരവധി രാഷ്ട്രീയ പ്രവർത്തകര്, സാമൂഹ്യ പ്രവർത്തകര്, നിരവധി പേർക്ക് പല പല ഒപ്പീനിയൻസ് ഉണ്ട് അതിലെ പല കാര്യങ്ങൾ സംബന്ധിച്ചു. അപ്പൊ അതുകൊണ്ട് ഒരു വെബിനാർ സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ ഒരു പൊതുവേദിയാണ്. കാരണം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതാണ്,
ഇപ്പോൾ ലൈവായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ സൂം പ്ലാറ്റ്ഫോമിൽ ആർക്കും വന്ന് ലിങ്ക് വെച്ച് കയറാൻ കഴിയും. എല്ലാവരും നമ്മൾ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്ന കാര്യം ഒരു രാഷ്ട്രീയമാണെന്ന് തോന്നാൻ പാടില്ല. അതുകൊണ്ട് there is no politics. അവൈലബിൾ ആയ പോളിസി എന്താണോ, പൊതു ഡൊമൈനിൽ ഇന്ത്യൻ സർക്കാർ, ഭാരത സർക്കാർ ഇറക്കിയിട്ടുള്ള പോളിസി എന്താണോ, ആ പോളിസി ഇന്ത്യയിൽ മുഴുവൻ നടപ്പാക്കപ്പെടാൻ പോകുന്നതായതുകൊണ്ട്, അത് നമ്മളെ ബാധിക്കുന്നതായതുകൊണ്ട്, അത് എന്ത്, അതിന്റെ കോൺസിക്വൻസസ് എന്ത്, അത് ഉണ്ടായത് എങ്ങനെ എന്ന് ചർച്ച ചെയ്യുകയാണ് ഈ മീറ്റിങ്ങിന്റെ ഉദ്ദേശം. അപ്പോൾ ഇവിടെ രാഷ്ട്രീയമില്ല എന്നത് ഞാനൊന്ന് അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇത് പലപ്പോഴും നമ്മളെ സ്കൂളിലെ സംസ്കൃതി സ്കൂളിലെ അധ്യാപകർക്ക് ഇത് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആയിരിക്കും, പിക്ചർ ആയിരിക്കും. കാരണം നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇത്. ഇപ്പോഴത്തെ സിസ്റ്റം ഇതാണ്. ഏത് കുട്ടിയെയും, അത് തെണ്ടുൽക്കർ ആയിക്കോട്ടെ, അത് ആരായിക്കോട്ടെ, ഈ ക്ലാസ് മുറിയിരിക്കുന്ന കുട്ടി എത്ര മികവുള്ളവരായാലും, ഒരു ഫുട്ബോളർ ആവാം, ഒരാൾ പാട്ടുകാരനാവാം, ഒരാൾ സയന്റിസ്റ്റ് ആവാം, ഒരാള് ആൽബർട്ട് വേറെന്നാവാം, അങ്ങനെ ആരെ ആയിക്കോട്ടെ, ഇവർക്കെല്ലാം ഒരേ പരീക്ഷയാണ്. അതാണ് ചിത്രം കാണിക്കുന്നത്. ഒരു പട്ടിക്കും, ഒരു നീർനായയ്ക്കും, ഒരു മത്സ്യത്തിനും, ഒരു ആനയ്ക്കും, ഒരു പെൻഗിനും, ഒരു കുരങ്ങിനോടും, ഒരു കാക്കയോടും പറയാണ്, പരീക്ഷ നടത്തുന്ന ആള് പറയാണ്, എനിക്ക് എല്ലാവർക്കും ഒരു പൊതു പരീക്ഷയാണ്, അതുകൊണ്ട് എല്ലാവരും പോയിട്ട് ആ മരത്തുമ്പ് കയറുക പറയാം. എല്ലാവരും മരത്തുമ്പ് കയറാൻ പറ്റുമോ? ആരെ കയറുള്ളൂ? കുരങ്ങിനെ കയറും. തീർച്ചയായും കാക്ക വേണി പറഞ്ഞു നോക്കി. അപ്പോൾ പരീക്ഷാ സമ്പ്രദായം തുല്യമായി എല്ലാം ഒരുപോലെയാകുമ്പോൾ, മാർക്ക് എല്ലാവർക്കും ഒരുപോലെയാകുമ്പോൾ, മാർക്ക് എല്ലാവരും നേടേണ്ടത് ഒരുപോലെയാകുമ്പോൾ, ഒരു സ്റ്റാൻഡർഡൈസേഷൻ നടത്തുമ്പോൾ, ഒരേ രീതിയിൽ പരീക്ഷ നടത്തുമ്പോൾ, മൂല്യനിർണ്ണയം ചെയ്യുമ്പോൾ കുട്ടികളുടെ യഥാർത്ഥ കഴിവുകളെ, മികവുകളെ അനലൈസ് ചെയ്യാൻ കഴിയുന്നില്ല. അതിന്റെ ഫലമായി ആൽബർട്ട് ഐൻസ്റ്റീൻ പറയാണ്, അതിന്റെ ഫലമായി ഒരു കുട്ടി ചെറുപ്പം മുതലേ കരുതി പോകും, ഞാനൊരു വിഡ്ഢിയാണ്, ഞാനൊരു മരമണ്ടനാണ് എന്ന് കരുതി പോകും. കാരണം മരം കയറാൻ കഴിയാത്ത പറയാ കുരങ്ങൻ വിചാരില്ല, നായ വിചാരിക്കും എനിക്കൊരിക്കലും മരം കയറാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ മണ്ടനാണെന്ന് വിചാരിക്കും. അതാണ് ഇപ്പോൾ ഉള്ള സിസ്റ്റത്തിന്റെ, ഇന്ത്യൻ സിസ്റ്റത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പോരായ്മ. എന്തുകൊണ്ടാണ് ഈ പോളിസി? ഈ ചിത്രം കണ്ടാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ പോളിസി. ഇത് ഫോർ എക്സാമ്പിൾ IT സെക്ടറിൽ മാത്രമുള്ള ഭാരതത്തിലെ, ഇന്ത്യയിലുള്ള ഓരോ കമ്പനികളുടെയും, പ്രധാനപ്പെട്ട കമ്പനികളുടെ, ഓരോ രാജ്യത്തെയും പ്രധാനപ്പെട്ട കമ്പനികളുടെ IT സെക്ടറിലെ പെർ മില്യണിലുള്ള അവരുടെ വരുമാനമാണ്. ഇപ്പോൾ നോക്കൂ, ഇന്ത്യയുടെ HCL എന്ന കമ്പനിയാണ് ഏറ്റവും വലിയ കമ്പനി. അവരുടെ വരുമാനം, പെർ ഇയർ വരുമാനം 8.7 മില്യൺ ഡോളറാണ്. തൊട്ടപ്പുറം നോക്കൂ, ചൈന 448 മില്യൺ. ഇന്ത്യയിൽ നമുക്ക് 8.7 ഉള്ളപ്പോൾ 448 ബില്യൺ US$ ബിസിനസ് ചെയ്യുന്നുണ്ട് ചൈന. നമുക്കുള്ളത് 120 കോടി ജനങ്ങൾ, അവർക്ക് 130-140 കോടി ഉണ്ടായിരിക്കാം. എന്ത് പറ്റി? തൊട്ട് നോക്കൂ, അമേരിക്ക 873 ബില്യൺ. എന്തുകൊണ്ട് ഇത്രയും ജനസംഖ്യ ജീവിക്കുന്ന, ഇത്രയും ജനങ്ങൾ ജീവിക്കുന്ന, ഇത്രയും കുട്ടികൾ സ്കൂളിൽ പോകുന്ന, ഇത്രയും കുട്ടികൾ കോളേജിൽ പോകുന്ന, ഇത്രയും കുട്ടികൾ മിടുക്കരായി പഠിക്കുന്ന സ്ഥലത്ത് എന്തുകൊണ്ട് ഒരു കമ്പനിക്ക് ഇത്ര ചെറിയ ബിസിനസ് ചെയ്യാൻ കഴിയുന്നു? അവിടെ നമ്മുടെ എന്തോ ഒരു പാളിച്ചയില്ലേ നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയക്ക്, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന്? ആ പാളിച്ചയാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. അടുത്ത സ്ക്രീൻ നോക്കൂ, വേൾഡ് GDP ആൻഡ് അവർ കോൺട്രിബ്യൂഷൻ. ഓരോ രാഷ്ട്രത്തിന്റെ മൊത്തം ടെക്നോളജിയിലുള്ള, അത് ടെക്നോളജിയാണ് കേട്ടോ, ടെക്നോളജിയിലുള്ള വേൾഡിലെ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ, ലോകത്തിന്റെ ആകെ ഉള്ള പ്രൊഡക്ഷനും, അതിൽ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷനും. ഇന്ത്യ ഏതാണ് കളർ? ഇന്ത്യ ഈ പറയുന്ന ലൈറ്റ് പച്ചയാണ്. ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ ഇതാണ്, 250 ബില്യൺ അടുത്താണ് 2015. 2020 മുതൽ നോക്കൂ, 2020 മുതൽ 250 മുതൽ 500 വരെ സമയത്ത് ഒരു 50 ബില്യൺ, 50-40 ബില്യൺ, 50-40 ബില്യൺ US$ കോൺട്രിബ്യൂഷനാണ് നമുക്കുള്ളതെങ്കിൽ, അതേ സമയത്ത് 2020 നിങ്ങൾ അത് ശ്രദ്ധിച്ചു, 2020 ശ്രദ്ധിക്കും, 2020 നമുക്കും ചൈനയ്ക്കും ഒരേ കോൺട്രിബ്യൂഷൻ ആയിരുന്നു. 2000 നമുക്കും ചൈനയ്ക്കും ഒരേ കോൺട്രിബ്യൂഷൻ ആയിരുന്നു. ഇതാണ് ചൈനയുടെ കളർ, ഇതാണ് ചൈനയുടെ കളർ. നോക്കൂ, ഇതാണ് ചൈനയുടെ കളർ. ചൈനയുടെ നമ്മുടെ ഒരേ കോൺട്രിബ്യൂഷൻ ആയിരുന്നു 2000-ലെങ്കിൽ 2015 എത്തുമ്പോൾ നമ്മുടെ കോൺട്രിബ്യൂഷൻ ഇതാണ്, ചൈനയുടെ കോൺട്രിബ്യൂഷൻ ഇതാണ്. എന്തുകൊണ്ട്? ഏകദേശം തുല്യ ജനങ്ങൾ അധിവസിക്കുന്ന, ഏകദേശം 1 വർഷം വ്യത്യാസത്തിൽ മാത്രം സ്വാതന്ത്ര്യം ലഭിച്ച 2 രാജ്യങ്ങൾ,
ഇന്ത്യയും ചൈനയും. 48 ചൈന, 47 ഇന്ത്യ, എനിക്ക് തോന്നുന്നു, ഓർമ്മയില്ല. ഈ ഒരു വ്യത്യാസം സംഭവിച്ചു. എവിടെയാണ് ഈ രാജ്യത്തിന്റെ ഈ മാറ്റം ഉണ്ടാവാനുള്ള, ഈ രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഇത് തീർച്ചയായും പഠിക്കേണ്ടതല്ലേ? അധ്യാപകരിലേക്കും നമ്മളെ പൊതുസമൂഹം നിലയ്ക്കും പഠിക്കേണ്ടതല്ലേ? ഇത് മറ്റൊരു ഗ്രാഫാണ്. ഇത് വളരെ വളരെ രസകരമായി തോന്നിയ ഗ്രാഫാണ്. നോക്കൂ, 1960 മുതൽ 2017 വരെയുള്ള ഗ്രാഫാണ്. 1960 മുതൽ 2017 വരെയുള്ള ഗ്രാഫാണ്. ഇവിടെ Y അക്ഷം എന്ന് പറയുന്നത്, ഈ അക്ഷത്തിൽ കാണുന്നത് US ഡോളറാണ്. ഇൻ ബില്യൺ സോറി, മില്യൺ അല്ല, US ഡോളർ. ഇതാണ്. ഇവിടെ ഇന്ത്യയുടെയും ചൈനയുടെയും PPP പറഞ്ഞ പർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് പറയും. എന്ന് വെച്ചാൽ, ഉദാഹരണം, ഒരു ചായക്ക്, ഒരു ഗ്ലാസ് ചായക്ക്, ഈ ഒരു ഗ്ലാസ് ചായക്ക് ഇന്ത്യയിൽ വില 5 റുപ്യാണെങ്കിൽ ചൈനയിലും വില 5 റുപ്യ. ഇന്ത്യൻ്റെ 5 റുപ്യ, ചൈനയിലും വില. ഇതൊരു ഗ്ലാസ്സിൽ ഫുൾ ചായ ഉണ്ടെങ്കിൽ ഈ ചായക്ക് ഇന്ത്യയിൽ വില 5 രൂപയാണ് എങ്കിൽ 1960 ഇന്ത്യയിലെ വില 5 റുപ്യ, 2 റുപ്യ വെച്ചോളൂ. 2 റുപ്യ തന്നെ ചൈനയിലും ഉള്ളൂ. കാരണം ഇന്ത്യയും ചൈനയും ഒരേ ലൈനാണ് നടക്കാറ്. അത് മാറിയിട്ട് പർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് പറയുന്ന ചൈനയുടെ ഗ്രാഫിക്കിലേക്ക് നോക്കൂ നിങ്ങൾ, നീല കളറിൽ നോക്കൂ. ഇന്ത്യയുടെ പൈസ 2 രൂപയിൽ നിന്ന് 5 രൂപയായി കൂടിയിട്ടുണ്ട്. പക്ഷെ ചൈനയുടേത് 2 രൂപയിൽ നിന്ന് 500 രൂപയായി കൂടി. എന്ന് വെച്ചാൽ ഇന്ത്യക്കാരന്റെ, ഇന്ത്യയിലുള്ള ഒരു ചായ കുടിക്കണമെങ്കിൽ ചൈനയിൽ പോയാൽ നിങ്ങൾ 500 രൂപ ചെലവാക്കണം. ഇവിടെ ചിലപ്പോൾ 10 റുപ്യ ആണെങ്കിൽ 500 രൂപ ചെലവാക്കണം. അല്ലെങ്കിൽ ഇന്ത്യൻ രൂപ ചൈനീസ് കറൻസിയിലേക്ക് മാറ്റുകയാണെങ്കിൽ 500 ഇന്ത്യൻ രൂപ കൊടുത്തിട്ട് വേണം അവിടെ പോയി ചായ കുടിക്കാൻ. പർച്ചേസിംഗ് പവർ പാരിറ്റി. ഈ ഗ്രാഫ് ഇന്റർനെറ്റ് അവൈലബിൾ ആണ്. ഓരോ രാജ്യങ്ങളുടെയും എക്കണോമിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതിൽ നിന്ന് കിട്ടിയ ഡാറ്റയാണ്. ഇത് വ്യക്തമാക്കുന്നത് എന്തുകൊണ്ട് സംഭവിച്ചു. ഈ സംഭവം എവിടെയാണ് തുടങ്ങിയത് ശ്രദ്ധിക്കണം. ഈ വ്യത്യാസം, ഈ ഗ്രാഫിലെ മാറ്റം ആരംഭിച്ചത് ഈ വർഷമാണ്, 1990 ആണ്. 1990 മുതലാണ് 1994, 95, 96, 97, 98, 2000, 2001, 2, 3, 4 കൂടി. ഇവിടെ വെച്ചാൽ അത് മാറ്റം സംഭവിച്ചു. എന്തുകൊണ്ട്? നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ ആരെങ്കിലും? എന്തുകൊണ്ടാണ് 1990 രണ്ടുപേരും ഒരുമിച്ച് പോയിരുന്നു? 1990 കഴിയുമ്പോൾ ചൈന ഇന്ത്യയേക്കാൾ ബഹുദൂരം മുന്നിലേക്ക് ഓരോ കാര്യങ്ങളിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? ബിക്കോസ് ചൈനീസ് എഡ്യൂക്കേഷൻ സിസ്റ്റം വാസ് ചേഞ്ച് ടോട്ടലി. ഇപ്പോൾ ഉള്ള ഷി ജിൻപിങ്ങിന്റെ മുൻപുണ്ടായിരുന്ന പ്രസിഡന്റ്, അദ്ദേഹം ഭരണത്തിലെത്തിയപ്പോൾ വിദ്യാഭ്യാസ പ്രക്രിയ മൊത്തമായി സമൂലമായി മാറ്റം. ഇംഗ്ലീഷ് അധ്യാപകരെ കൊണ്ടുവന്നു, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പിന്നീട് പോവാം. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എത്രയാണ് ജോബ് ലോസ്? 2002 മുതൽ 2016 വരെ നമുക്ക് പറയാം. കൊറോണ കാലത്ത് പല ആളുകളും, നിങ്ങളിരിക്കുന്ന രക്ഷകർത്താക്കൾ പലരുടെയും വീട്ടിലെ ഭർത്താക്കന്മാർ ഗൾഫിലായിരിക്കും, അച്ഛന്മാർ ഗൾഫിലായിരിക്കും, അനിയന്മാർ ഗൾഫിലുണ്ടാവും, ജോലി ചെയ്യുന്നുണ്ടാവും. എത്ര പേർക്ക് ജോലി പോകുന്നുണ്ട്, ജോലി നഷ്ടപ്പെടുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ജോബ് ലോസിന്റെ അവസ്ഥ? 2002 മുതൽ 2016 വരെ തൊഴിൽ നഷ്ടം, 2002 തൊഴിൽ നഷ്ടം ആകെ വെറും 1 ലക്ഷം പേർക്ക് ഈ ലോകത്തിൽ ആകെ നഷ്ടമുള്ളുവെങ്കിൽ, ലോകത്തിലാകെ 1 ലക്ഷം പേർക്ക് 2002 ജോലി നഷ്ടപ്പെടുന്നുള്ളൂവെങ്കിൽ 2016 എത്തിയപ്പോൾ 18 ലക്ഷം പേർക്ക് ജസ്റ്റ് IT മാത്രമാണ് കേട്ടോ, IT സെക്ടറിൽ മാത്രം ജോലി പോയിരിക്കും. ഇത്രയധികം തൊഴിൽ നഷ്ടം. അതിൽ ഏറ്റവും അധികം നഷ്ടമുണ്ടായ ചൈനയ്ക്കാണ്, അമേരിക്കയ്ക്കുണ്ട്, യൂറോപ്യൻ യൂണിയൻ ഉണ്ട്, സൗത്ത് കൊറിയ ഉണ്ട്, റെസ്റ്റ് ഓഫ് ദ വേൾഡ് കുറച്ചാണ്. കാരണം ടെക്നോളജിയിലാണ് ഏറ്റവും അധികം GDP, ഒരു രാജ്യത്തിന്റെ GDP ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കുടുംബത്തിന്റെ ബഡ്ജറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കുടുംബത്തിലെ ഗൃഹനാഥന് വരുമാനം വരുന്നവർ രാജ്യത്തിന്റെ വരുമാനം.
അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന GDP-യിലെ ടെക്നോളജി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വലിയൊരു ശതമാനം അതിന്റെ ലോസ് ആണ് ഈ കാണുന്നത്. ആ മേഖലയിലുള്ള തൊഴിൽ നഷ്ടമാണ് ഈ പറയുന്ന 18 ലക്ഷത്തോളം ആളുകൾ തൊഴിൽ നഷ്ടം ഉണ്ടായി 2016. തൊട്ട് മുമ്പതാക്കുന്നു ഓട്ടോമേഷൻ. എന്താണ് ഈ ഓട്ടോമേഷൻ? നമുക്കറിയാം, പണ്ട് ആശാരിമാര് മരം മുറിക്കുമ്പോൾ എങ്ങനെയാ മുറിക്കുക? മരം മുറിച്ചിട്ട് ഈർച്ചവാളോട് മുറിക്കും. ഒഴിയുമ്പോൾ എന്താ ചെയ്യുക? ഒഴിയുന്ന സാധനം വെച്ചിട്ട് ഒഴിയും, വാളുള്ളിൽ വെച്ച് മേടും. പുതിയ പുതിയ മിഷനറി വന്നു, ടൂൾസ് വന്നു, ഉപകരണങ്ങൾ വന്നു. അപ്പോൾ അതാണ് ഓട്ടോമേഷൻ. ഓട്ടോമേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പുതിയ വരുന്ന റോബോട്ടിക്സ് വരുന്നത് പറയാം. ആ ഓട്ടോമേഷന്റെ ഭാഗമായിട്ടാണ് തൊഴിൽ നഷ്ടം. ഓരോ രാജ്യങ്ങളുണ്ടാകുന്ന തൊഴിൽ നഷ്ടം. ടോട്ടൽ ഇമ്പാക്ട് ഓൺ ഓട്ടോമേഷൻ, IT മാത്രം, ഇൻഫർമേഷൻ ടെക്നോളജി, ആ മേഖലയിൽ മാത്രം തൊഴിൽ നഷ്ടം. നോക്കൂ, ഓരോ രാജ്യങ്ങളിൽ തൊഴിൽ നഷ്ടം 2.9 മില്യൺ ആണ് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളതെങ്കിൽ 2015-21 വരെ ആ 6 വർഷം കൊണ്ട് ആ തൊഴിൽ നഷ്ടം 3.38 മില്യണിൽ നിന്ന് 2.29 പേർക്കായിട്ട് തൊഴിൽ കുറയുകയാണ്. അത്രയും ആളുകൾക്ക് ഈ ഒരു മേഖലയിൽ മാത്രം തൊഴിൽ നഷ്ടപ്പെടുകയാണ്. അടുത്തത് വർക്ക് ഔട്ട്പുട്ട്. ഒരു തൊഴിലാളി ഒരാൾ ജോലി ചെയ്യുമ്പോൾ ആ ജോലി ചെയ്യുന്നതിന് എന്ത് മൂല്യമുണ്ട്? ഇപ്പോൾ ഞാൻ ഈ ക്ലാസ് എടുക്കുകയാണ്. ഈ ക്ലാസ് ഞാൻ എടുക്കുമ്പോൾ ആ ക്ലാസ് 1 മണിക്കൂർ ഞാൻ ക്ലാസ് എടുക്കുന്നതിന് വില എത്രയാണ്? ഓക്കെ, 100 രൂപ. എന്നാൽ ഇതേ ക്ലാസ് മറ്റൊരാൾ എടുക്കുമ്പോൾ ചിലപ്പോൾ അതിന്റെ വില 500 രൂപയാവും. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത ആഴ്ച ക്ലാസ് എടുക്കാൻ ആൾ വിളിച്ചപ്പോൾ പറഞ്ഞു 1 മണിക്കൂർ ക്ലാസ് എടുക്കാൻ സാറേ 5000 രൂപ വേണം തോന്നുന്നു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഈ ക്ലാസ് എടുക്കാൻ. അപ്പോൾ അതായത് ഒരാള് 1 മണിക്കൂർ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോൾ, തൊഴിൽ ചെയ്യുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന അവരുടെ വരുമാനം, 1 മണിക്കൂർ വരുമാനം, ഒരു അമേരിക്കക്കാരന് $60 ആണെങ്കിൽ അത് ഇന്ത്യക്കാരന് ഒരു $2-3 ആവറേജ്. അത് ഇന്ത്യയുടെ ആ ഗ്രാഫ് ഏറ്റവും താഴത്തെയാണ് ഇന്ത്യ കേട്ടോ. ഇന്ത്യയുടെ ഗ്രാഫിൽ വലിയ മാറ്റമൊന്നുമില്ല 2005 മുതൽ 2017 വരെ. എന്നാൽ ചൈനയുടെ ഏരിയയിൽ നല്ല മാറ്റമുണ്ട് കാണാം. ചൈനയിൽ കുറച്ചും കൂടെ ഇന്ത്യക്കാ പൊങ്ങിയിട്ട പോകണം. ഇന്ത്യക്കാ പൊങ്ങിയിട്ടാണ് ചൈനയുടെ ആ മാപ്പ് പോകുന്നത്. എന്ന് വെച്ചാൽ വർക്ക്, ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന വേതനം, 1 മണിക്കൂർ കിട്ടുന്ന തൊഴിൽ വേതനം ചൈനയ്ക്ക് ഇന്ത്യയേക്കാൾ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു 2005 മുതൽ 2017 വരെയുള്ള ഈ പറയുന്ന 12 വർഷങ്ങളെ കൊണ്ട്. അതാ രാജ്യത്തുണ്ടാക്കുന്ന എക്കണോമിയുടെ ചേഞ്ച് എന്തായിരിക്കും ആലോചിക്കേണ്ടതാണ്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ ലോസ്. ഇപ്പൊ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ 2035 എത്തുമ്പോൾ എത്ര കാർ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ, എത്ര കൂടെ കാർ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ 2035 എത്തുമ്പോഴേക്കും അമേരിക്കയുടെ കാറിന്റെ പ്രൊഡക്ഷൻ, ഇതാണ് അമേരിക്കയുടെ കാറിന്റെ പ്രൊഡക്ഷൻ 300-ൽ നിന്ന് കുറഞ്ഞിട്ട് ഏറ്റവും കുറവ് താഴേക്കെത്തി. ഈ കാറിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയാണ് ഏറ്റവും അധികം, പെട്രോളിയം ഇൻഡസ്ട്രി, അതേപോലെ തന്നെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, ഇവയ്ക്ക് പരസ്പര ബന്ധിതമാണ്. ഇതാണ് തൊഴിൽ നൽകപ്പെടുന്നത്. ലോകത്ത് ആൾക്ക് തൊഴിലുണ്ടാകുന്ന മേഖലയാണ് നല്ല. കാറുകൾ ഉണ്ടാകുമ്പോൾ, ഓട്ടോമൊബൈൽസ് വാഹനങ്ങൾ ഉണ്ടാകുമ്പോഴേക്കാണ് കൂടുതൽ തൊഴിലുകൾ ഉണ്ടാകുക. അപ്പൊ ആ തൊഴിൽ മേഖലയിൽ 2035 എത്തുമ്പോഴേക്കും വലിയ കുറവ് സംഭവിക്കും അമേരിക്കയിൽ, വലിയ കുറവ് സംഭവിക്കും ചൈനയിലും. കണ്ട, ചൈനയിൽ ഇപ്പോൾ ഉള്ള ഓട്ടോമൊബൈൽ പ്രൊഡക്ഷൻ നോക്കുമ്പോൾ ആ പ്രൊഡക്ഷൻ മാനുഫാക്ചർ ചെയ്യുന്നത് കുറയുന്നത് എത്ര കുറയുന്നു? 100,000 400 ഇൻറ്റു 100,000 ആണ്. അത്ര എണ്ണയിൽ നിന്ന് കുറഞ്ഞിട്ട് വളരെ കുറയുന്നു. 30 കാറിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു. ഇവിടെ എല്ലാ രാജ്യങ്ങളുടെയും, ചൈന, ബ്രിട്ടൻ, ജപ്പാൻ, അമേരിക്ക തുടങ്ങിയ മുഴുവൻ രാജ്യങ്ങളുടെയും കാറിന്റെ പ്രൊഡക്ഷൻ പെർ 2035 ആകുമ്പോഴേക്കും എത്രയോ കുറഞ്ഞു. ഇത് കാണിക്കുന്നത് എത്രത്തോളം തൊഴിൽ ആ മേഖലയിൽ നഷ്ടപ്പെടുന്നതാണ്. ഈ പശ്ചാത്തലങ്ങളെ വെച്ചുകൊണ്ട് വേണം നാം, ഓക്കെ, ഇതിപ്പോ ജപ്പാൻ, ചൈനയുടെ കാര്യം, ചൈനയുടെ ഓൺലൈൻ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ ഒരു ഗ്രാഫ് നോക്കിയാണ്. ചൈനയിൽ ഓൺലൈൻ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നടത്തുന്നതിന്റെ 2013-ൽ 0.71 ആയിരുന്നത് 2019 ഇപ്പോഴേക്കും 5.7 ആയിട്ട് തോന്നി. ഇത് അത്രയും ആളുകൾ വർദ്ധനവാണ്, പെർസെന്റേജ് ഓഫ് ഗ്രോത്ത് ആണ്. 31%
39% വർധനവുണ്ടായി എന്തിന്? ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. ഈ ചൈനയുടെ കുതിപ്പ് നാം പറയുമ്പോൾ ഞാൻ മുൻപ് പറയണ്ടായി 1990 ഉണ്ടായ ഇന്ത്യയും ചൈനയും ഒരേപോലെ ആയിരുന്നെങ്കിൽ 2021 ചൈന ഒരുപാട് മുന്നോട്ട് പോകാനുള്ള കാരണം 1990 മുതൽ they started English education. They invited people from Britain, America to come to their land and teach their students English. യൂണിവേഴ്സൽ ഭാഷ അവിടെ മാറിക്കഴിഞ്ഞു. അതോടുകൂടെ ചൈനീസ് ജനതയ്ക്ക് പുറം ലോകവുമായിട്ട് മത്സരിക്കാനുള്ള മത്സരക്ഷമത ഉണ്ടായി. അതുകൊണ്ട് ഈ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് ഇപ്പൊ നമുക്ക് പലർക്കും അറിയാം. ഈ ഒരു സാധനം നിങ്ങൾ കാണുന്നുണ്ടാവും, ഈ ഒരു മൊബൈൽ ഫോൺ. ഈ മൊബൈൽ ഫോൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൺ ചെയ്താൽ നമുക്ക് സാരി വാങ്ങാം, നമുക്ക് ഡ്രസ്സ് വാങ്ങാം, മൊബൈൽ ഫോൺ വാങ്ങാം, കമ്പ്യൂട്ടർ വാങ്ങാം, ഒക്കെ വാങ്ങാൻ ഈ സാധനം മതി. പോക്കറ്റിലെ കാശ് ഉണ്ടായാൽ മതി. ക്രെഡിറ്റ് കാർഡും ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് എന്തും എത്തും. നിങ്ങൾക്കറിയാം, ഓരോ ആപ്പിൽ എത്തും. ഇനി മൊബൈൽ ഫോണുമായിട്ട് നിങ്ങൾ കടയിൽ പോകുന്ന വെച്ചോളൂ. അടുത്തൊരു 5 വർഷം കഴിയും, 2 വർഷം കഴിയും, 2-3 വർഷം കഴിയുമ്പോൾ ഈ മൊബൈൽ ഫോണുമായിട്ട് നിങ്ങൾ കടയിൽ പോകുമ്പോൾ, നിങ്ങൾ കടയുടെ മുൻപിൽ നിൽക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ നിൽക്കുന്നത് വെജിറ്റബിൾ കടയുടെ മുന്നിൽ നിൽക്കുന്നെങ്കിൽ, നിങ്ങൾ പച്ചക്കറി കടയുടെ മുന്നിൽ നിൽക്കുകയാണ്, ആ മൊബൈൽ ഫോണിൽ അപ്പം ഒരു കാള് വരും. ആരാ വിളിക്കാന്നറിയോ? നിങ്ങളുടെ ഫ്രിഡ്ജ്. നിങ്ങളുടെ ഫ്രിഡ്ജ് അങ്ങനെ വിളിക്കുക. ഇത് പറയാന്നറിയോ? ചേട്ടാ, നിങ്ങളുടെ ഫ്രിഡ്ജ്, നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജില് മുട്ട ഇല്ല കേട്ടോ, മുട്ട കഴിഞ്ഞു, കോവയ്ക്ക കഴിഞ്ഞു, മത്തങ്ങ കുറവാണുള്ളത്. എങ്ങനെ ഫ്രിഡ്ജ് വിളിക്കുക? ഫ്രിഡ്ജിന് ഇന്റലിജൻസ് ഉണ്ടാവും, ഫ്രിഡ്ജിനുള്ള സിം കാർഡ് ഉണ്ടാവും, ഫ്രിഡ്ജിന് സ്മാർട്ട് ഫ്രിഡ്ജായി മാറും. ഫ്രിഡ്ജ് സ്വയം ബുദ്ധി ഉണ്ട്, അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആ ഫ്രിഡ്ജ് വിളിച്ച് പറയും, ഫ്രിഡ്ജിലെ മുട്ട കഴിഞ്ഞു, പാല് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കടന്ന് പാല് കഴിക്കും, വീട്ടിൽ കൊണ്ടുപോകും. നമ്മുടെ വീടുകളിലേക്ക് റോബോട്ടിക്സ്. ഇപ്പൊ നമുക്കറിയാം, വീട്ടിൽ നമുക്ക് കാവൽ നിൽക്കാൻ കാവൽക്കാരൻ വേണം, വാച്ച്മാൻ വേണം, അല്ലെങ്കിൽ നമ്മുടെ വീട് വൃത്തിയാക്കാൻ നമ്മൾ സെർവന്റ് വേണം. ഒരു 5-6 വർഷം കഴിയുമ്പോൾ മിക്കവാറും സെർവൻസ് വേണ്ടി വരില്ല. നമുക്ക് കടയിൽ പോയിട്ട് മേടിക്കാൻ കിട്ടും സെർവന്റിനെ. ഈ മൊബൈൽ വാങ്ങുന്ന പോലെ റോബോട്ട് മേടിക്കാൻ കിട്ടും. നമുക്ക് എന്താ ജോലി ചെയ്യേണ്ടത് പറഞ്ഞാൽ ആ ചെയ്യുന്ന ജോലി ചെയ്യാൻ പര്യാപ്തമായ റോബോട്ട് നമ്മുടെ വീടുകളിലേക്ക് എത്തും. ഈ രീതിയിൽ ടെക്നോളജി മാറുമ്പോൾ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഈ പറഞ്ഞ ഓൺലൈൻ പർച്ചേസുകൾ, ഇവയെല്ലാം കൂടെ ഒരുപാട് തൊഴിൽ മേഖലകൾ തൊഴിൽ നഷ്ടപ്പെടും. ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട്, അപ്പോ ഈ ചിത്രം കണ്ട ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ മുഴുവൻ എല്ലാ നെർവ് സിസ്റ്റവും എല്ലാം ഈ പറയുന്ന ഇൻഫർമേഷൻ ടെക്നോളജിയായിട്ട് മാറും. പറയാ ഡാറ്റയായിട്ടും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ മാറും. അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വലിയ മാറ്റം, ഒരുപാട് തൊഴിൽ മേഖലയിൽ ജോലി നഷ്ടപ്പെടുമ്പോൾ അവിടെയെല്ലാം പുതിയ പുതിയ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും. എന്താണ് ഓപ്പർച്യൂണിറ്റി? ഈ ഓപ്പർച്യൂണിറ്റി ഫാക്ടറികളിൽ, ഫാമുകളിൽ എല്ലാം ഇന്റർനെറ്റ് ഓഫ് ഓപ്പർച്യൂണിറ്റിയാണ്. നെറ്റ് ഉപയോഗിച്ചിട്ടുള്ള, ഇന്റർനെറ്റ് ഉപയോഗിച്ചുള്ള കാര്യം ചെയ്യുന്ന കാര്യമുള്ള വരാൻ പോലെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ചെയ്യണമെങ്കിൽ, ഈ ഒരു ലോകത്തിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ഈ മേഖലയ്ക്ക് എൻട്രി ചെയ്യണമെങ്കിൽ ഇവിടെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ കാര്യമായ മാറ്റം ഉണ്ടാകും. അല്ലാതെ എൻട്രി ചെയ്യാൻ കഴിയില്ല. പ്രധാനപ്പെട്ട താഴെ വരാൻ പോകുന്ന ജോലികളുടെ അടുത്തൊരു 10 ഇയേഴ്സ് കഴിയുമ്പോൾ ഏറ്റവും അധികം വരാൻ പോകുന്ന ജോലികളുടെ ലിസ്റ്റാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. എല്ലാം വായിക്കാൻ കഴിയില്ലായിരിക്കാം, സമയപ്രകാരം നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ പ്രധാനമായും പറയുന്നത് കമ്പ്യൂട്ടറും ക്രിയേറ്റീവ് അതേപോലെയുള്ള അനുബന്ധ പ്രക്രിയ ഉപയോഗിച്ചുകൊണ്ട്, പ്രോഗ്രാമിംഗ് പോലെ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മേഖല, തൊഴിൽ മേഖല, അതായത് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുള്ള തൊഴിൽ മേഖല, അതുപോലെ തന്നെ ഡാറ്റ അനാലിസിസ്. ഡാറ്റ നമുക്കറിയാം, ഇപ്പോൾ പെട്രോളിയത്തിലാണ് ഏറ്റവും അധികം, ലോകത്തിലെ ഏറ്റവും അധികം ഡിമാൻഡുള്ള സാധനം പെട്രോളിയമാണ്. പെട്രോളിയം ഉണ്ടാക്കുന്ന രാജ്യങ്ങളാണ് റിച്ച് രാജ്യങ്ങളെങ്കിൽ നാളെ ഏറ്റവും അധികം ഡാറ്റ പ്രോസസ് ചെയ്യുന്ന രാജ്യങ്ങളായിട്ട് മാറും റിച്ച് രാജ്യങ്ങൾ. ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഡാറ്റ സ്പെഷ്യലിസ്റ്റിന് വേണ്ടി വരും, കെയർ പ്രൊവൈഡേഴ്സ് വേണ്ടും, വെൽനസ് സർവീസ് പ്രൊവൈഡേഴ്സ് വേണ്ടി വരും. തൊഴിൽ മേഖല ഇതൊക്കെയാണ് നാളെ വരാൻ പോകുന്ന, പുതിയ കാലത്ത് വരാൻ പോകുന്ന തൊഴിൽ മേഖല ഇതൊക്കെയാണ്. ഈ തൊഴിൽ മേഖലകളിലേക്ക് കുട്ടികളെ, നമ്മുടെ പുതിയ തലമുറയെ പ്രാപ്തമാക്കണമെങ്കിൽ
വിദ്യാഭ്യാസ പ്രക്രിയയിൽ കാര്യമായ മാറ്റം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആമുഖമായി പറയാൻ കാരണം. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെയാണ്. അവിടേക്ക് നാം എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ സമൂലമായ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത്. അപ്പോൾ ചൈനീസ് വിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞ വാക്ക് കോട്ട് ചെയ്താണ്. അദ്ദേഹം പറഞ്ഞത്, we need to shift our nation with large human resources to a nation with strong human resources. രസകരമായ എനിക്കൊരു സ്റ്റേറ്റ്മെന്റ് ആയി തോന്നിയത്. അതായത് ഒരു വലിയ ഹ്യൂമൻ റിസോഴ്സിന്റെ പൂളല്ല എനിക്ക് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുന്നത്, ഏറ്റവും സ്ട്രോങ് ആയ ഹ്യൂമൻ റിസോഴ്സ് പൂളാണ്. ഏത് മേഖലയാണോ ആ മേഖലയിൽ ഏറ്റവും നൈപുണ്യമുള്ള വ്യക്തികളുടെ ഒരു ഹ്യൂമൻ റിസോഴ്സ് പൂളാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നതാണ്. 2018 പ്രസ്താവനയാണിത് അത് പറഞ്ഞത്. NEP എന്താണ്? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് ഈ വെബിനാറിന്റെ പ്രധാന ഉദ്ദേശം. വെബിനാർ സംഘടിപ്പിക്കുമ്പോൾ ഉദ്ദേശിച്ചത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നൊരു പുതിയൊരു പോളിസി വരുന്നു. ഈ പോളിസി എന്താണ്? നമുക്കറിയാം, സ്വതന്ത്ര ഇന്ത്യയിൽ 1968 കൊത്താരി കമ്മീഷൻ റിപ്പോർട്ട് വന്നു. ഈ 68 വന്ന കൊത്താരി കമ്മീഷന്റെ ഭാഗമായിട്ടൊരു എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടായി. അതിനുശേഷം 1986 ശ്രീ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാകുന്ന വിദ്യാഭ്യാസ പോളിസി ഉണ്ടായി. 34 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ മൂന്നാമത്തെ വിദ്യാഭ്യാസ പോളിസി ഉണ്ടാകുന്നത്. എന്താണ് വിദ്യാഭ്യാസ പോളിസി? ഒരു വീടെങ്ങനെ നടത്തണം എന്നൊരു പോളിസി ഉണ്ടാവും, അതാണ് രാജ്യത്തിന്റെ പോളിസി, വീടിന്റെ പോളിസി. അതുപോലെ രാജ്യം എങ്ങനെ നടത്തണം എന്നൊരു പോളിസി ഉണ്ടാവും. അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസം എങ്ങനെ വേണം എന്ന് പോളിസി ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് പറഞ്ഞ വാക്കാണ് വിദ്യാധനം സർവ്വധനാ പ്രധാനം. എന്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ കുട്ടിയാകുമ്പോഴൊക്കെ അച്ഛനമ്മയൊക്കെ പറയാം, വലിയ വൈക്കോട്ട വീട്ടിലുണ്ടെങ്കിൽ എല്ലാം ആയി. വലിയ വൈക്കോട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ നെല്ലുണ്ടാവും, ഇഷ്ടംപോലെ അരി ഉണ്ടാവും, നന്നായി ഭക്ഷണം കഴിക്കാം, പട്ടിയെടുക്കില്ല. പിന്നീട് കഴിഞ്ഞപ്പോൾ കുറെ കഴിഞ്ഞ് പറഞ്ഞു, നമുക്കൊരു ഒരാൾ ഗൾഫിൽ പോയാൽ എല്ലാ പ്രശ്നം കഴിഞ്ഞു. ഒരാൾ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ആ ഗൾഫിൽ നിന്ന് കാശ് വരും, പ്രശ്നം കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പറയാൻ തുടങ്ങി, ഒരാൾക്ക് ജോലി ഉണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് സർക്കാർ ജോലി ഉണ്ടെങ്കിൽ, ഇന്ന് പറയുന്നത് നമ്മുടെ കുട്ടിക്ക് മറ്റെന്തില്ലെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ, അവന് അറിവുണ്ടെങ്കിൽ. അപ്പോൾ ഈ അറിവിന്റെ കാലത്തേക്കാണ് നാം പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്, കുറച്ച് കാലമായി പ്രവേശിക്കുന്നതും. അപ്പോൾ ആർക്കാണ് അറിവിൽ മികവുള്ളത്, ആർക്കാണ് തന്റെ കഴിവുകളിൽ മികവുള്ളത്, നല്ല വിദ്യാഭ്യാസം നൽകുന്നത്, അവന് മാത്രമേ നാളെ ലോകത്ത് നിലനിൽക്കാൻ കഴിയൂ. അതുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം ഈ 68 ഉണ്ടാക്കിയിട്ടുള്ള കൊത്താരി കമ്മീഷൻ റിപ്പോർട്ടും 1986 രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഉണ്ടാക്കിയിട്ട് വിദ്യാഭ്യാസ പോളിസി കഴിഞ്ഞിട്ട് 34 വർഷം കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ പോളിസി ഉണ്ടാകുന്നത്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ഇത് വളരെ സമൂലമായ മാറ്റം വിദ്യാഭ്യാസ രംഗത്ത്. മുൻപത്തെ പോളിസി പ്രത്യേകത, മുൻപെല്ലാം പറഞ്ഞത് തന്നെയാണ് ഈ പോളിസിയിലുള്ളത്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പറയുമ്പോൾ 1986 ഉണ്ടായ പോളിസി എന്നൊരു 85% അത് തന്നെയാണ്. പക്ഷേ പ്രത്യേകത, ആ പോളിസിയും ഈ പോളിസിയും ഘടനാപരമായ മാറ്റവും. ഘടനാപരമായ മാറ്റം എന്ന് പറയുമ്പോൾ ദേശീയമായ മാനമാണ്, പ്രാദേശികമല്ല. ദേശീയമായ രീതിയിൽ ഇന്ത്യയെ എല്ലായിടത്തും ഒരുപോലെ മാറുകയാണ്, ആർക്കും മാറി നിൽക്കാൻ കഴിയാത്ത രീതിയിൽ. അതാണ് ഈ പോളിസി പ്രത്യേകത. അതുകൊണ്ട് ഇത് പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഉള്ള ഗവൺമെന്റ് നമുക്കറിയാം, ഉറച്ച് ഇറങ്ങിയിരിക്കുകയാണ്, നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, നടപ്പിലാക്കുക തന്നെ ചെയ്യും. ആ രീതിയിൽ ഒരു പ്രവർത്തന രീതിയാണ് അവിടെ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസ പോളിസി ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് അങ്ങനെ നടപ്പിലാക്കപ്പെടുന്ന പോളിസി എന്താണെന്നും അതിന്റെ അടിസ്ഥാനം എന്താണെന്നും അത് എൻ്റെ കുട്ടിയെ, അല്ലെ എൻ്റെ മക്കളെ, എൻ്റെ അനുജന്റെ മക്കളെ, എൻ്റെ വീട്ടിലെ എങ്ങനെ ബാധിക്കും എന്നും നമ്മൾ അറിയേണ്ടത് ഒരു രക്ഷകർത്താവിന്റെയും അതിൽ ജോലി ചെയ്യുന്ന ഒരു അധ്യാപകന്റെയും ചുമതലയാണ്. ഇതെങ്ങനെ എങ്ങനെ ബാധിക്കും എന്നറിയേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പോളിസിയെ കുറിച്ച് ഈ വെബിനാറിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ പോളിസിയുടെ അടിസ്ഥാന ഘടകത്തെ ഞാൻ പറയുന്നത്, അടിസ്ഥാനമായ പ്രിൻസിപ്പിൾ ഇരിക്കുന്നത് 85% ഒരു കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റ്, മാനസിക വികാസം സംഭവിക്കുന്നത് ഒരു 8 വയസ്സിന് ഉള്ളിലാണ്. ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ് ഉള്ളിലാണ് ഒരു കുട്ടിയുടെ
85% മാനസിക വികാസവും സംഭവിക്കുന്നത് എന്നാണ്. ഈ സമയത്ത് കുട്ടിക്ക് ഏതുപോലെ ഒരു മരം വെക്കുമ്പോൾ, ഒരു ചെടി വെക്കുമ്പോൾ, ഒരു തെങ്ങ് നടുമ്പോൾ, ഒരു വാഴ നടുമ്പോൾ, എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ആ തുടക്കകാലത്ത് എങ്ങനെ പരിലാളിച്ചുവോ ആ പരിലാളിച്ചതുപോലെ ഉണ്ടാവും അതിന്റെ ഫലം. തുടക്കം പരിലാളന മോശമായെങ്കിൽ അതിന്റെ ഫലത്തിൽ മാറ്റം ഉണ്ടാവും. ഇതാണ് ഇപ്പോൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 85% ബ്രെയിൻ ഡെവലപ്മെന്റ് സ്റ്റാർട്ട്സ് prior to the age of 8. അതുകൊണ്ട് എന്ത് ചെയ്യണം? What is that is needed at this stage? അതുകൊണ്ട് എന്ത് ചെയ്യണം ഈ സമയത്ത്? ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ കൊടുക്കണം. 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെ കുട്ടിക്ക് ശ്രദ്ധയും പരിലാളനയും ശരിയായ വിദ്യാഭ്യാസം നൽകണം. അതെങ്ങനെ നൽകണം? എങ്ങനെയാണ് ഇത് നൽകേണ്ടത്? അത് നൽകുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവും, നമുക്ക് എന്തൊക്കെ ചലഞ്ചസ് ഉണ്ടാവും, രാജ്യത്തുണ്ടാവും, സ്കൂളുകൾക്ക് ഉണ്ടാവും, അതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം തുടങ്ങിയ നിരവധിയായ വിഷയങ്ങളാണ്. ആൻഡ് റെഡി ആണോ, ആർ വി റെഡി, ഇപ്പോൾ തയ്യാറാണോ എന്നിവയാണ് ഈ പോളിസിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ സമയം ഏകദേശം അത്യാവശ്യം സമയമായിട്ടാണ് തോന്നുന്നു എനിക്ക്. 6:15 ഈ വെബിനാർ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഈ പോളിസി വരുന്നു എന്ന് ഞാൻ മുൻപ് പറയുണ്ടായി. നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന, ലോകത്തുണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങൾ വേൾഡ് ഈസ് അണ്ടർഗോയിങ് റാപ്പിഡ് ചേഞ്ച് ഇൻ നോളേജ് ലാൻഡ്സ്കേപ്പ്. അപ്പോൾ ഇതൊക്കെ മുൻപ് പറയുണ്ടായി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന മേഖലയാണ് ഇനി കീഴടക്കാൻ പോകുന്നത്. അൺസ്കിൽഡ് ജോബ്സിന് ലോകത്തിലാകമാനം തൊഴിൽ നഷ്ടം സംഭവിക്കും. അതുകൊണ്ട് പുതിയ രീതിയിലുള്ള സ്കിൽഡ് തൊഴിലാളികൾ ഉണ്ടാവണം, സ്കില്ലായിട്ടുള്ള മനുഷ്യരുണ്ടാവണം. അതിന് മാത്തമാറ്റിക്സും ലോജിക്കൽ റീസണിങ്ങും അനലിറ്റിക്കൽ തിങ്കിങ്ങും ഉള്ള ആളുകളുണ്ടാവണം, മാത്തമാറ്റിക്കൽ സ്കിൽ ഉണ്ടാവണം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു പോളിസി ഇങ്ങനെ വരാനുള്ള കാരണം. ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് രാജ്യമായിട്ടാണ് സ്വപ്നം കാണുന്നത്. 2030 ഇന്ത്യ ഒരു ഡെവലപ്ഡ് നേഷൻ എന്നാണ് ഇപ്പോൾ പുതിയ ഗവൺമെന്റിന്റെ ലക്ഷ്യം. അവിടേക്ക് എത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ജനതയ്ക്ക് ആ രീതിയിലുള്ള എഡ്യൂക്കേഷൻ ഉണ്ടാവണം എന്നുള്ളതാണ് ഈ പോളിസി കൊണ്ടുവരാനുള്ള മറ്റൊരു കാരണം. അതുകൊണ്ട് ഈ പോളിസിയുടെ പ്രധാനപ്പെട്ട കാര്യം ലേൺ ഹൗ ടു ലേൺ. പഠിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിക്കുക. എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് അറിയുക. പഠിപ്പിക്കുന്നതല്ല. പണ്ടൊരു സംസ്കൃതി സ്കൂളിൽ നമ്മുടെ കാളാച്ചാലുള്ള ശ്രീധരമാഷ് വന്നു. കാളാച്ചാൽ ശ്രീധരമാഷ് വന്നിട്ട് ഒരു ക്ലാസ് എടുക്കുകയായിരുന്നു. അദ്ദേഹം ഒരു LP സ്കൂളിലെ മാഷാണ്, HM റിട്ടയർഡ് ആണ്. അതിന് മകൻ ഡോക്ടറാണ്, ഒരു മകൻ ഡോക്ടറാണ്, മറ്റേ മകൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. നല്ല രീതിയിലാണുള്ളത്. ഭാര്യ ടീച്ചറാണ്, റിട്ടയർഡ് ടീച്ചറാണ്. അദ്ദേഹം സ്കൂൾ വന്നിട്ട് ക്ലാസ്സിലെത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, രസകരമായ കാര്യം. ഒരു കുട്ടിക്ക്, ഒരാൾക്ക് ഒരു നേരം നമ്മൾ മീൻ പിടിച്ചു കൊടുത്താൽ ഒരു നേരം ഭക്ഷണത്തിനായി. ഒരു വ്യക്തിക്ക് നമ്മൾ കുറെ മീൻ പിടിച്ചു കൊടുത്തു, അപ്പൊ അയാൾക്കത് ഒരു നേരത്തെ ഭക്ഷണത്തിനായി. എന്നാൽ അയാളെ മീൻ പിടിക്കാൻ പഠിപ്പിച്ചാലോ അയാൾക്ക് ജീവിതകാലത്തേക്ക് മുഴുവനായി. ഒരാളെ മീൻ പിടിച്ചു കൊടുത്താൽ അയാൾക്കത് ഒരു നേരത്തെ ഭക്ഷണത്തിനായി. എന്നാൽ അയാൾക്ക് മീൻ പിടിക്കാൻ പഠിപ്പിച്ചു കൊടുത്താൽ അയാൾക്കത് എല്ലാ കാലത്തേക്കുമായി. വിദ്യാഭ്യാസം അങ്ങനെയാണ്. പഠിക്കുന്നതെല്ലാം എന്തും അത് മീൻ പിടിക്കുന്നതാവണം, അല്ലാതെ മീൻ പിടിച്ച് തരികയല്ല ചെയ്യുന്നത്. അറിവിനെ ഇങ്ങനെ അധ്യാപകൻ വാരിക്കോരി കൊടുക്കുകയല്ല. കുട്ടി കണ്ടെത്തുന്നേ മാറണം, കുട്ടിയുടെ കഴിവിനെ വർദ്ധിപ്പിക്കണം. അപ്പോഴാണ് കുട്ടിക്ക് ജീവിക്കാൻ കഴിയുന്നത്. ഇതാണ് ഈ വിദ്യാഭ്യാസ പോളിസിയുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് എഡ്യൂക്കേഷൻ എന്തായിരിക്കണം? കൂടുതൽ കണ്ടന്റ് ഓറിയന്റഡ് ആവരുത്, കൂടുതൽ തോട്ട് പ്രൊവോക്കിംഗ് ആവണം, അനലിറ്റിക്കൽ റീസണിങ് സ്കില്ലുകൾ, വ്യത്യസ്ത സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്യാനുള്ളതാവണം, മൾട്ടി ഡിസിപ്ലിനറി ആവണം തുടങ്ങിയ നിരവധി കാര്യങ്ങളാണ് ഇപ്പം ബാക്കി പറയാൻ പോകുന്നത്. ഇവയൊക്കെ ലഘൂകരിച്ച ഭാഷയിൽ അടുത്ത വെബിനാറിൽ ഞാൻ പറയുന്നതായിരിക്കും, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഈ പോളിസിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 2021 എത്തുമ്പോഴേക്കും 20 കൂടെ 10 വർഷത്തിനകം ഇന്ത്യയെ ഒരു ഡെവലപ്ഡ് നാഷണൽ ആവശ്യമായിട്ട് എത്തിക്കുക. അതിന് പറ്റുന്ന ഉപയുക്തമായ രീതിയിലേക്ക് നമ്മുടെ അധ്യാപകരെയും നമ്മുടെ വിദ്യാർത്ഥികളെയും മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഈ പോളിസിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പിന്നെ അധ്യാപകർക്കുണ്ട് മറ്റെല്ലാ ഇതുവരെയുള്ള അവസ്ഥ അധ്യാപകർക്ക് വരില്ല. അധ്യാപകന് ഒരു വരയില്ലാത്ത ജോലിയാണ് അധ്യാപകന്റെ ജോലി. അത് മാറണം. ഏറ്റവും നല്ല മിടുക്കരായ കുട്ടികൾ, +2 കഴിഞ്ഞ ഏറ്റവും നല്ല മിടുക്കരായ കുട്ടികൾ
ബിടെക്കിന് പോവാതെ MBBS പോവാതെ BDS പോവാതെ B.Ed പോകണം. The very best and brightest to enter the teaching profession. ഇന്ത്യയിലെ ഏറ്റവും നല്ല മിടുക്കരായ കുട്ടികൾ, ഏറ്റവും മിടുക്കന്മാരായ കുട്ടികൾ അധ്യാപകരായിട്ട് മാറണം എന്നുള്ളതാണ് ഈ പോളിസിയുടെ അകക്കാമ്പിലെ പ്രധാനപ്പെട്ട നിരീക്ഷണം. അതിനെന്ത് ചെയ്യണം? പോളിസി പറയുന്നത് IAS ആണ്. ഇപ്പോൾ IAS പഠിച്ചിട്ടുണ്ട്. IAS അറിയാം, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. IAS-കാര്, കളക്ടർമാര്, IPS, പോലീസുകാര്. അവിടെ മാറിയിട്ട് പുതിയ സെക്ഷൻ വരികയാണ് IES, ഇന്ത്യൻ എഡ്യൂക്കേഷൻ സർവീസ്. അവരായിരിക്കും DO-മാര്, അവരായിരിക്കും DD-മാര്, അവരായിരിക്കും DPI-മാര്. ഇനി വിദ്യാഭ്യാസം നിയന്ത്രിക്കുന്നത് അടുത്ത 10 വർഷം കൊണ്ട് വിദ്യാഭ്യാസം നിയന്ത്രിക്കുന്നത് റിട്ടയർഡ് അഡ്മിനിസ്ട്രേറ്റർമാരും അല്ലെങ്കിൽ സാധാ ആൾക്കാരും അല്ല, പുതിയ യങ്സ്റ്റേഴ്സ് ആയ ആൾക്കാർ വിദ്യാഭ്യാസ മേഖലയിലേക്ക് IAS-ിലൂടെ വരും. അവരാണ് വിദ്യാഭ്യാസ പ്രക്രിയ നിയന്ത്രിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇതിന്റെ ഈ പോളിസിയുടെ പ്രധാനപ്പെട്ട അടിസ്ഥാന 4 ഘടകങ്ങൾ, ഏറ്റവും അടിസ്ഥാന 4 ഘടകങ്ങൾ: ആക്സസ്, എത്തിച്ചേരാൻ കഴിയണം; ഇക്വിറ്റി, എല്ലാവർക്കും തുല്യമാവണം; നല്ല ക്വാളിറ്റി ഉണ്ടാവണം; അഫോർഡബിലിറ്റി ഉണ്ടാവണം, അത് കിട്ടാവുന്നതാവണം; വലിയ വില കൂടിയ വിദ്യാഭ്യാസം ആവരുത്; അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം. അത് എല്ലാ തലം മുതലും, അധ്യാപകന്റെ തലം മുതൽ രക്ഷകർത്താവിന്റെ തലം വരെയുള്ള എല്ലാ തലങ്ങളിലും കുട്ടിയടക്കം സിസ്റ്റം അടക്കം അക്കൗണ്ടബിൾ ആകണം. അവനവൻ ചെയ്യുന്ന പ്രക്രിയ അവനവൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നത് വിലയിരുത്തപ്പെടും, അതിനെ അനലൈസ് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഈ പോളിസിയുടെ ഏറ്റവും അടിസ്ഥാനപ്പെട്ട 5 പ്രധാന തൂണുകൾ: ആക്സസ്, ഇക്വിറ്റി, ക്വാളിറ്റി, അഫോർഡബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഇനി ഇതെങ്ങനെ ഉണ്ടാവും, ഇത് നമ്മളെ എന്തൊക്കെ ബാധിക്കും, ഇവയെക്കുറിച്ച് ചർച്ച ചെയ്യാണ് അടുത്ത ശനിയാഴ്ച നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഈ വെബിനാറിന് കാരണം പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ വിദ്യാഭ്യാസ പോളിസി ഉണ്ടായത്, ഉണ്ടാവാനുള്ള കാരണം എന്താണ്, പശ്ചാത്തലം എന്താണ്, അതിന്റെ അകക്കാമ്പ് എന്താണ്, ലക്ഷ്യം എന്താണ്, ഇന്ത്യ എവിടെ എത്തിക്കാനുള്ള ലക്ഷ്യം എന്താണ്, ആ ലക്ഷ്യത്തിലേക്കാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ താഴെ തലം മുതൽ LKG തലം മുതൽ ചെയ്ത് വരണം. എങ്ങനെയാവണം LKG, UKG, 1, 2, 3 ക്ലാസ് വിദ്യാഭ്യാസം? അതാണ് 5. 5 + 3 + 3 + 4, 5 + 3 + 3 + 4 ആണ്. 5 വർഷം ഒരു യൂണിറ്റ് ആണ്. LKG, UKG, ചെറിയ 1, വലിയ 1, 2. 5 വർഷം ഒരു യൂണിറ്റ് ആണ്. പിന്നെ 3, 4, 5 വേറെ യൂണിറ്റ് ആണ്. പിന്നെ 6, 7, 8 വേറെ യൂണിറ്റ് ആണ്. LP, UP പോവാണ്. പിന്നെ 9, 10, 11, 12 മൊത്തം ഒരു വേറെ യൂണിറ്റ് ആണ്. അവിടെ പുതിയ ചില പദങ്ങൾ പഠിക്കാനുണ്ട്. VCCE, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, ഇന്റേൺഷിപ്സ്. ഓരോ വർഷവും ഇന്റേൺഷിപ്പ് ഉണ്ടാവും. സബ്ജക്ട് കോമ്പിനേഷൻ മാറും. ഇപ്പോൾ ഉള്ള +2 സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റിക്ക് മാറും. അതൊന്നുമില്ല, അടുത്ത 4 വർഷം കൊണ്ട് സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റിക്ക് പോകും. അങ്ങനെ സംഭവം ഉണ്ടാവില്ല. സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റിക്ക് മിക്സ് ആവും. അല്ലാതെ സയൻസുകാർ ഒരു പ്രത്യേക വഴി, ഹ്യൂമാനിറ്റിക്കാർ വേറെ വഴി, കൊമേഴ്സുകാർ വേറെ വഴി, ആ രീതിയൊന്നുമില്ല. അതെല്ലാം മിക്സ് ചെയ്യപ്പെടുകയാണ്. അതിനനുസരിച്ച് ഹയർ എഡ്യൂക്കേഷനിൽ മാറ്റം സംഭവിക്കും. തീർച്ചയായും ഇപ്പോൾ 5ലും 6ലും 7ലും പഠിക്കുന്ന കുട്ടികൾക്ക് ഇതെല്ലാം ബാധിക്കാൻ പോകുന്നതാണ്. ഒരു 7ാം ക്ലാസ് താഴെയുള്ള മുഴുവൻ കുട്ടികളെ, 8ാം ക്ലാസ് താഴെയുള്ള മുഴുവൻ കുട്ടികളെയും ഇത് ബാധിക്കാൻ പോകുന്നതാണ്. രക്ഷകർത്താക്കളെയും ബാധിക്കാൻ പോകുന്നതാണ് ഈ പോളിസി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പോളിസിയെ കുറിച്ച് രക്ഷകർത്താക്കൾ കൃത്യമായ ധാരണ ഉണ്ടാവണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവാലുവേഷൻ മാറ്റം സംഭവിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതിന്റെ വെബിനാർ അവസാനിപ്പിക്കുകയാണ്. ഇതിനെ പങ്കെടുത്ത രക്ഷകർത്താക്കൾ നന്ദി പറയുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ജാൻസിന ചാറ്റ് ബോക്സിലുണ്ടെങ്കിലോ ഡൗട്ട് ചോദിക്കുകയാണെങ്കിലോ ചോദിക്കാവുന്നതാണ്. താങ്ക് യു. ഹലോ, ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള സ്വയം അൺമ്യൂട്ട് ചോദിക്കാം. സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഭാഗ്യവശാൽ നമ്മുടെ പാരന്റ്സിന് സംശയമില്ല. അധ്യാപകർക്ക് സംശയമില്ല ഉള്ളതാണ്. Hello sir, good evening sir. ചോദിച്ചോ. പുതിയ വിദ്യാഭ്യാസ പോളിസി പ്രകാരം പ്രാഥമിക വിദ്യാഭ്യാസം പ്രൈമറി എഡ്യൂക്കേഷൻ മദർ ടങ്ങിലാവണം, ഹോം ലാംഗ്വേജ് എന്നൊരു ക്ലോസ് പറയുന്നു. അതൊന്ന് വിശദീകരിക്കാമോ സർ? അടുത്ത വെബിനാറിലേക്കുള്ള ടോപ്പിക്കാണത്. നെക്സ്റ്റ് വെബിനാറിന്റെ ടോപ്പിക്കാണത്. അടുത്ത ശനിയാഴ്ച ക്ലാസ്സിൽ പങ്കെടുത്താൽ അവിടേക്ക് എൻട്രി ചെയ്യാൻ പോകുന്നേ ഉള്ളൂ.
കാരണം ഈ പോളിസിയിൽ നിരവധി ഭാഗങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, പറയാനുണ്ട്, നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് ഓരോ കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ ഈ പോളിസിയുടെ തുടക്കം എന്തുകൊണ്ട് ഈ പോളിസി ഉണ്ടായി, എന്താണ് ഇങ്ങനെ പോളിസി എടുക്കാനുള്ള കാരണം, സർക്കാർ എന്താണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്, ഇന്ത്യയെ എങ്ങനെ മാറ്റിയെടുക്കണം, ഈ ബ്രോഡ് പെർസ്പെക്റ്റീവ് ലോകത്തുണ്ടാകുന്ന തൊഴിൽ നഷ്ടം എന്താണ്, വ്യത്യസ്ത മേഖലയിൽ തൊഴിൽ നഷ്ടപ്പെടും, ഇന്ന് കാണുന്ന പല തൊഴിലുകളും നാളെ ഉണ്ടാവില്ല, ഈ കാരണങ്ങളെ കൊണ്ട് ആണ് ഈ വിദ്യാഭ്യാസ ഈ പോളിസി ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യം. അതിനുള്ള ഗ്രാഫിക്കൽ തെളിവുകളും അനുബന്ധ ഡാറ്റയാണ് ഇപ്പോൾ കാണിച്ചത്. അടുത്ത ക്ലാസ് എത്തുമ്പോഴേക്കും എലിമെന്ററി എഡ്യൂക്കേഷന്റെ LKG, UKG 1, 2, 3 ക്ലാസ്സിലെ വിദ്യാഭ്യാസവും അതിന്റെ പഠന സമ്പ്രദായ രീതികളും, അവിടെ ഇപ്പോൾ മാം ഉന്നയിച്ച ഈ സെയിം ചോദ്യം, മാതൃഭാഷയിലാകുമോ പഠനം, തീർച്ചയായും ആവും പഠനം, തന്നെ ആകണം. അതിന്റെ കൂടെ ഇംഗ്ലീഷ് പഠിക്കാവുന്നതാണ്. അതാണ് എത്രയും ഭാഷയും പഠിക്കാം എന്നുള്ളതാണ് പുതിയ വിദ്യാഭ്യാസം ഞാൻ പറയുന്നത്. എത്ര ഭാഷ വേണമെങ്കിലും കുട്ടി പഠിക്കാം. കാരണം ഈ പ്രായത്തിൽ എത്ര ഭാഷ പഠിക്കാനുള്ള കഴിവുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള ഗ്രാഫുകളും അതിന്റെ തെളിവുകളും ഒക്കെ അടുത്ത ക്ലാസ്സിൽ ഞാൻ തരുന്നതാണ്. താങ്ക് യു. Sheila Miss, don't worry, I'll share the webinar link next week's. Okay, you can join. Okay, ma'am. Thank you. Thank you. ഏറ്റവും ചെറിയ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, വാട്ട് വിൽ ബി ദ മിനിമം ഏജ് ടു സ്റ്റാർട്ട് എഡ്യൂക്കേഷൻ, ഇസ് ദർ എനി ചേഞ്ച്? ഇല്ല, 3 വയസ്സിൽ വിദ്യാഭ്യാസം ആരംഭിക്കാം. LKG-യിൽ 3 വയസ്സ് ചേരാം, 4 വയസ്സാകുമ്പോൾ UKG ആവും, 5 വയസ്സാകുമ്പോൾ ചെറിയ ഒന്ന്, പ്രിപ്പറേറ്ററി 1 ചെറിയ 1, 6 വയസ്സാവുമ്പോൾ 1ാം ക്ലാസ് ആവും, 7 2ാം ക്ലാസ് ആവും. ഈ 5 വർഷം പഠനം കണ്ടിന്യൂസ് ആണ്, ഒരേ പ്രക്രിയയാണ്. എല്ലാ സ്കൂളിലും LKG വേണം, UKG വേണം, പ്രിപ്പറേറ്ററി 1ാം ക്ലാസ്, 1ലേക്ക് എത്താനുള്ള പ്രിപ്പറേഷൻ കൊടുക്കുന്നതാണ് 1ാം ക്ലാസ്, 2ാം ക്ലാസ്. 2ാം ക്ലാസ് എത്തുമ്പോഴേക്കും എല്ലാ കുട്ടികൾക്കും നിർബന്ധമായിട്ടും ഭാഷ എഴുതാനും വായിക്കാനും കഴിഞ്ഞിരിക്കണം. കണക്ക് കൂട്ടാനും കിഴിക്കാനും ഗുണിക്കാനും ഹരിക്കാനും കഴിഞ്ഞിരിക്കണം. മാത്തമാറ്റിക്കൽ എബിലിറ്റി, ന്യൂമറസി ആൻഡ് ലിറ്ററസി ഷുഡ് ബി അറ്റൈൻഡ് ഇൻ ഇന്ത്യ ഓൾ ഓവർ എന്നുള്ളതാണ്, ഇന്ത്യ മുഴുവൻ. അതിനു വേണ്ടി ദേശീയമായിട്ട് പരീക്ഷ ഉണ്ടാവും. ദേശീയമായിട്ട് ഇന്ത്യ മൊത്തം പരീക്ഷ ഉണ്ടാവും, ഒരേ പരീക്ഷ സമ്പ്രദായം ഉണ്ടാവും. അതിന് ദേശീയമായ സർക്കാരാണ് നേതൃത്വം കൊടുക്കുക. അതിന് പരക്ക് എന്ന് പറഞ്ഞൊരു ഏജൻസി ഉണ്ട്. ആ ഏജൻസിയാണ് ഈ പരീക്ഷ നടത്തുക, അതിന്റെ മൊഡാലിറ്റീസ് ഉണ്ടാക്കുക. ഇതെല്ലാം നെക്സ്റ്റ് വെബിനാറിൽ ഞാൻ പറയുന്നതായിരിക്കും. Nancy ma'am, Yes, sir. ആർക്കും ചോദിക്കാനില്ലെങ്കിൽ if you could ask any one of the parents to give a thanks for the thanks. Okay, who is coming forward, parents? ആരെങ്കിലും ഒരാൾ നന്ദി പറയാം ഈ ഒരു അവസരത്തിൽ. ഏകദേശം 1 മണിക്കൂറോളം സാറ് നമ്മളോട് സംസാരിക്കുകയായിരുന്നു. ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു അനിവാര്യത വളരെ വിശദമായിട്ട് സാറ് വിശകലനം ചെയ്തു തന്നു. അതിൽ ഓരോ ഗ്രാഫും നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നതായിരുന്നു. ഈ ലോകരാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ഇന്ത്യയുടെ കമ്പാരിസൺ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും സമൂലമായൊരു മാറ്റം വിദ്യാഭ്യാസ മേഖലയിൽ വരണം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷനോട് കൂടി സാധിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ നന്ദി അറിയിക്കാൻ ഒരു അവസരമാണ്. പാരന്റ്സ് ആരെങ്കിലും ഒരാൾ കടന്നു വരുന്നത്. Ma'am, may I? Yes, ma'am. NEP കുറിച്ച് നമ്മളോട് സംസാരിച്ച ഖലീൽ സാറിനും അതോടൊപ്പം നമ്മുടെ പ്രമോദ് സാറിനും നമ്മുടെ പ്രിൻസിപ്പൽ ജാൻസി മിസ്സിനും നമ്മുടെ പഴയ പ്രിൻസിപ്പൽ സ്മിത മിസ്സിനും അതോടൊപ്പം നമ്മളോട് ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാ ടീച്ചേഴ്സിനും പാരൻസിനും നമ്മുടെ സംസ്കൃതി കുടുംബത്തിന്റെ പേര് നന്ദി പറയുന്നു. താങ്ക് യു. നന്ദി. നെക്സ്റ്റ് ശനിയാഴ്ച, അടുത്ത ശനിയാഴ്ച കാണുന്നത് ഇതേ സമയം.